ഫലമ്മ ഖളാ മൂസൽ അജല, ട്രെയിനിങ് പൂർത്തിയാക്കി 10 കൊല്ലം. വസാറ ബി അഹ്ലിഹി, ട്രെയിനിങ് കഴിഞ്ഞു. ആനസ മിൻ ജാനിബി തൂരി നാറ, റിസാലത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നുള്ള മനുഷ്യർ പൂർവികന്മാരെ പേശി പിൽക്കാലക്കാർ പിൻഗാമികളായ ആളുകൾ ഇങ്ങനെ അച്ചടക്കലംഘനവും കുരുത്തക്കേടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയലും മറിയലൊക്കെ അധികമായിരിക്കും. അതിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചന നൽകിയത്. ഓരോ ദിവസവും അതിന്റെ മുൻപുള്ള ദിവസത്തേക്കാൾ ശർറ് കൂടിയതായിരിക്കും എന്നൊരു ഹദീസിൽ. താല്പര്യമില്ല. കാലം ഇങ്ങനെ കാലഘട്ടം കാലചക്രം തിരിമറിഞ്ഞു വരുമ്പോൾ ജനങ്ങളുടെ അനുസരണം, അച്ചടക്കം, സദാചാരശീലം ഒക്കെ സ്തംഭിച്ചു. നാം ജീവിക്കുന്ന കാലം അതിന് സാക്ഷിയാണ്. സ്വന്തം പെൺമക്കളെ ബലാത്കാരം ചെയ്യുന്ന പിതാക്കൾ, സ്വന്തം ശിഷ്യകളെ ബലാത്കാരം നടത്തുന്ന ഗുരുനാഥന്മാർ, മാതാപിതാക്കളെയും മക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല നടത്തുന്ന സമൂഹം, ഇത് സമൂഹത്തിന്റെ പൊതുസ്വഭാവം. ഞാൻ പറഞ്ഞു വന്നത്, ഈ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശിഷ്യന്മാരായ യുവസമൂഹം, അവർക്ക് ആനുകാലികമായ ചികിത്സ നമ്മൾ നൽകണം. ജനങ്ങളുടെ മാനസികാവസ്ഥ, അവരുടെ സാംസ്കാരികാവസ്ഥ, അവരുടെ വിദ്യാഭ്യാസ സ്ഥിതി, അവരുടെ മറ്റു ചുറ്റുപാടുകൾ, ഇതൊക്കെ പരിഗണിച്ചു വേണം ജനങ്ങളോട് സംസാരിക്കാൻ എന്ന് പ്രവാചകന്മാരായ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നഹ്നു മആശിറൽ അംബിയ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. നഹ്നു മആശിറൽ അംബിയ ഉമിർനാ അൻ നുനസ്സില അന്നാസ മനാസിലഹും. ഓരോരുത്തർക്കും അർഹിക്കുന്ന പദവി അനുവദിച്ചു കൊടുക്കണം. വഅൻ നുകല്ലിമഹും അലാ ഖദ്രി ഉഖൂലിഹിം. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രവാചകന്മാർ അനുശാസിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതേ സ്കെയിൽ തന്നെയാണ് നമുക്ക്. നമ്മുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ, നാം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹല്ലത്തിലെ വയോവൃദ്ധന്മാര്, മധ്യവയസ്കന്മാര്, സ്ത്രീകള്, യുവാക്കള്, ടീനേജര്, ബാലന്മാര്, ചെറിയ കുട്ടികള്, വലിയ കുട്ടികള്, എല്ലാവരോടും ഒരേ സ്കെയിൽ അല്ലെങ്കിൽ ഒരേ രീതിയിൽ അല്ല അഭിസംബോധന ചെയ്യേണ്ടത്. നബി തങ്ങൾ ഒരിക്കൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു, അവനൊരു കിളിയുണ്ടായിരുന്നു. ആ കിളി ചത്തുപോയിരുന്നു. നേരത്തെയും നബി അവിടെ ചെന്നപ്പോൾ അവൻ കിളിയുമായി സല്ലപിക്കുന്നത് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്രാവശ്യം ചെന്നപ്പോ വീട്ടുകാരെ പറഞ്ഞു, അവന് കിളി ചത്ത സങ്കടത്തിലാണ്. നബി തങ്ങൾ ആ കുട്ടിയുമായി ഇടപഴകണം. യാ ഉമൈർ മാ ഫുഇല ബിൻ നുഗൈർ, നിന്റെ കിളിയുടെ വർത്താനം എന്താ? കുട്ടിയെ സമാധാനിപ്പിക്കുന്നതായി ഇമാം ബുഖാരിയുടെ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ വിഭാഗം ആളുകളോടും അവരുടെ മാനസികാവസ്ഥ വെച്ച് സംസാരിക്കുമ്പോൾ അവർ നമ്മിൽ ആകൃഷ്ടരാകുന്നു. അപ്പോൾ നാം പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകുന്നു. നമ്മുടെ നിർദ്ദേശങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ അവർ തയ്യാറാകുന്നു. ഇതൊരു മാനസികമായ അവസ്ഥയാണ് മനുഷ്യൻ. ശത്രുവിനോട് പോലും ഇഹ്സാൻ ചെയ്യുക. സ്വഭാവത്തിൽ, സമീപനങ്ങളിൽ, സംസാരത്തിൽ, രീതികളിൽ ഒക്കെ വശ്യമായ ഒരു രീതി പ്രവാചകന്മാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചിരുന്നു, സ്വഹാബത്ത് സ്വീകരിച്ചിരുന്നു, പിൽക്കാലക്കാർ സ്വീകരിച്ചിരുന്നു. നാമും അത് തന്നെ സ്വീകരിക്കുന്നു. ഈ ദീനിനെ എന്നും യൗവനത്തിന്റെ പ്രായമാണ്. അർഹമായ രീതിയിൽ ആളുകൾക്കത് പറഞ്ഞു കൊടുത്താൽ അവർ അംഗീകരിക്കും. അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ നമ്മൾ മാത്രമാകുന്നു എന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇൽമിന്റെ അഹ്ലുകാർ മാത്രം. ഈ കാലഘട്ടം എത്രമാത്രം വിഷലിപ്തമായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. അതുകൊണ്ട് അങ്ങനെ പോയിക്കോട്ടെ, ഇനിയിപ്പോൾ അതൊന്നും ശരിയാവില്ല എന്ന് വെക്കാനാണോ ദീൻ പഠിപ്പിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ യദുർറുകും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. അങ്ങനെ പറ്റുകയില്ല. ജനം ആകെ ദുഷിച്ചു എന്ന് കണ്ടാലും ഇൽമിന്റെ അഹ്ലുകാരായ ആളുകൾ അഥവാ ദഅവത്തിന് ബാധ്യസ്ഥരായ ആളുകൾ അത് നിർവഹിച്ചേ തീരൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യദുർറുകും മൻ ളല്ല ഇദാ ഇഹ്തദൈതും. വേറൊരു സ്ഥലത്തും അത് സംബന്ധിച്ച നിർദ്ദേശം കാണാം. ഇദ് ഖാലത് ഉമ്മത്തും മിൻകും ലിമ തഅദൂന ഖൗമാ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. ബനൂ ഇസ്രായേലിൽ 2-3 ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് നിശ്ശേഷം തെമ്മാടികളായ ആളുകൾ,
മറ്റൊരു ഗ്രൂപ്പ് തെമ്മാടികളാണെങ്കിലും അവരെ ഉപദേശിക്കണമെന്ന കാഴ്ചപ്പാടുകാര്. മൂന്നാമതൊരു ഗ്രൂപ്പ് അവരെന്ത് ഉപദേശിച്ചിട്ടുണ്ട് കാര്യ നന്നാവില്ല. അവരെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅദൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലു. പറ്റേ തെമ്മാടികളായ ആളുകളോടും ഒരു വിഭാഗം നന്മ ഉപദേശിക്കുകയാണ്, തിന്മ നിരോധിക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഈ പണി ചെയ്യുന്നത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു മഅദിറതൻ ഇലാ റബ്ബിഹിം, മഅദിറതൻ ഇലാ റബ്ബിക്കും. പഠിച്ചവനോട് നമുക്ക് കാരണം പറയാൻ കഴിയും. പഠിച്ചവനെ ഞങ്ങൾ ചെയ്തിരുന്നു, ഞങ്ങളെ ഉത്തരവാദിത്വം ദഅവത്തായിരുന്നു, അത് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. വലഅല്ലഹും യഹ്ദറൂൻ. രണ്ടാമത്തേത് അവർ നന്നായെങ്കിലോ. ഏത് ദുർനടപ്പുകാരനാണെങ്കിലും ഏത് തമ്മാടിയാണെങ്കിലും നന്നാവാൻ സാധ്യതയുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഡിക്ഷണറിയിൽ അവൻ നന്നാകാൻ സാധ്യത. അതാണ് ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോ അല്ലാഹു തആല മൂസാ നബി ഹാറൂൻ നബി അലൈഹി വസ്സലാമിനോട് പറഞ്ഞത് ഇദ്ഹബാ ഇലാ ഫിർഔൻ ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിർഔൻ നന്നായേക്കാം, അല്ലാഹുവിനെ പേടിയുള്ളവനായേക്കാം. അള്ളാഹുവിന് സംശയമുണ്ടോ? അള്ളാഹുവിന് ഉറപ്പാണ് നന്നാവില്ല. പക്ഷെ മൂസാ നബി ഹാറൂൻ നബി അലൈഹി വസ്സലാം ഇവര് ദഅവത്തിന്റെ ആളുകളാണ് എന്ന നിലക്ക് ഈ രണ്ട് സാധ്യതയാണ്. ലഅല്ലഹു യതദക്കറു. പിന്നെ തന്നെ വേറെ ആൾക്കാർ കയറും, ഒരു സുഖം ചേട്ടോ, അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കുരുത്തക്കേടുകാരനാണ്, അല്ലെങ്കിൽ ആളുകളെ ഛിദ്രിപ്പിക്കുന്നവനാണ്, കുടുംബം ഭിന്നിപ്പിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അതിന് പിന്നിൽ ആളുണ്ടാവും. ഇത് നിർത്തിയില്ല. അപ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് എന്നും നാം അതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്നും തദ്വാരാ നാം ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായിരിക്കുകയാണ് എന്നുമുള്ള ബോധം നമുക്കുണ്ടാകുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോഴേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യാൻ മനസ്സിൽ നിന്നൊരു പ്രചോദനം ഉണ്ടാകണമല്ലോ ഏത് കാര്യവും ചെയ്യാൻ. നമ്മൾ പറയുന്നതൊക്കെ ആളുകൾ ധിക്കരിക്കുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിന് പ്രചോദനം എങ്ങനെ ഉണ്ടാവുക? അതിന് ഈ പറഞ്ഞ മനസ്സിലായി. അതുകൊണ്ടാണ് നബിതങ്ങൾ തായിഫിൽ ചെന്ന് സ്വന്തം കുടുംബക്കാരിൽ നിന്ന് ഏറും ആട്ടും ഒക്കെ ലഭിച്ച് തിരിച്ചു പോന്നപ്പോഴും ജിബ്രീൽ വന്ന് ചോദിച്ചു, നബിയെ ഇവരെ നശിപ്പിക്കാൻ അള്ളാഹു റെഡിയാ, തങ്ങളെ ഓക്കെ കിട്ടിയാൽ മതി. വേണ്ട, ഞാനങ്ങനെ നിഖമത്തുമായി അയക്കപ്പെട്ടവനല്ല, നിഅമത്തായിട്ട് അയക്കപ്പെട്ടവനല്ല. ഇവർ വിശ്വസിച്ചില്ലെങ്കിൽ ഇവരുടെ പൗത്രരോ പ്രപൗത്രരോ ആരെങ്കിലും ഒരാൾ അതിൽ നിന്ന് ഈമാൻ കൈക്കൊള്ളുന്നതാണ് ഞാൻ മഹത്തായ കാര്യമായി കാണുന്നത്. ഇത് തന്നെയായിരിക്കണം നമ്മുടെയും സ്കെയിൽ. അന്ന് അവിടെ നിന്ന് നബിതങ്ങൾ ബദറിൽ വെച്ച് ദുആ ചെയ്തു, പടച്ചവനെ ഈ ഖൗമ നശിക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഇസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദ. നമ്മളിത് ചെയ്യാതെ പോയാൽ ഇവരുടെ പിന്നിൽ വരുന്നവർ ഇതിനേക്കാൾ ദുഷിച്ചു പോകും, അതിന്റെ പിന്നിൽ വരുന്നവർ അതിനേക്കാൾ ദുഷിച്ചു പോകും. അതിൽ ആ ദോഷത്തിന്റെ ഒരു പങ്ക് നമുക്കുണ്ടായി. അതൊക്കെ ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. തിന്മ പ്രചരിക്കുമ്പോൾ, തിന്മ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്ന ആലിമിന് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ലഅനത്തുണ്ട് തുടങ്ങി ഒരുപാട് ഹദീസുകൾ. കാരണം എന്താ? അതിന്റെ അടുത്ത തലമുറ അതിനേക്കാൾ ദുഷിക്കും, അതിന്റെ അടുത്ത് അതിനേക്കാൾ ദുഷിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരിക്കുന്ന ഈ നേതൃസാരഥി സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ വലിയ റോളുകൾ അവരവര് സേവനം ചെയ്യുന്ന മഹല്ലത്തുകളിലും അവരവരുടെ പഞ്ചായത്തുകളിലും താലൂക്കുകളിലും ജില്ലകളിലും സ്റ്റേറ്റിലുമൊക്കെ അവരവരുടെ ഓരോരുത്തരുടെയും കാറ്റഗറി അനുസരിച്ച് വളരെ വ്യാപകമായ വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നവരാണ്. അത് ചെയ്തേ തീരൂ എന്ന്
ആ ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഞാൻ. മതപഠന രീതിയിൽ പരിഷ്കരണങ്ങൾ വേണം. അൽഹംദുലില്ലാഹ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനും ഒക്കെ ആ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അറിയുന്നവരാണ് നിങ്ങൾ. മാനേജ്മെന്റും അതൊക്കെ അറിയും. സാമ്പത്തിക സഹായങ്ങൾ, അതുപോലെ മറ്റു നിലക്കുള്ള സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, കോഴ്സുകൾ, പിന്നെ അവരുടെ പരിശീലനങ്ങളും പരിചയങ്ങളും ഒക്കെ പുതുക്കാനും വ്യാപിക്കാനും ആവശ്യമായ പിന്നെ കോച്ചിങ് ക്ലാസുകൾ, തദ്രീബ്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. ഇതൊക്കെ 60-65 കൊല്ലമായി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാലത്തും കാലഘട്ടത്തിന് അനുസൃതമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും സംവിധാനങ്ങളുമൊക്കെ നടപ്പാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനുമൊക്കെ ഇത്തരം മേഖലകളുമായി ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. പരിഷ്കരണങ്ങൾ മുസ്ലിം ലോകത്ത് 14 നൂറ്റാണ്ട് കാലമായി നടന്നതാണ്. അതിനേക്കാൾ അതിദ്രുതം വേഗതയിലാണ് ഇന്ന് പരിവർത്തനങ്ങൾ ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് 25 കൊല്ലത്തിലൊരിക്കൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇന്ന് 25 ദിവസത്തിനകം പാഠ്യപദ്ധതി പരിഷ്കരിക്കേണ്ട, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള പുതിയ സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് പ്രയോഗവൽക്കരിക്കേണ്ട അവസ്ഥയാണുള്ളത്. 1-ാമത്തെ നൂറ്റാണ്ടിൽ നബി തങ്ങൾ സഹാബത്തിന് ഖുർആനും ഹദീസും പഠിപ്പിച്ചത് ബുക്കും കിതാബും വെച്ചല്ല, പറഞ്ഞു കൊടുക്കണം. പിന്നെ 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ കിതാബുകളൊക്കെ വരാൻ തുടങ്ങി. 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടായപ്പോൾ ആ കിതാബുകൾ മാറി. 7-ാം നൂറ്റാണ്ടായപ്പോൾ ആ കിതാബുകൾ മാറി. 9-ാം നൂറ്റാണ്ടായപ്പോൾ വീണ്ടും മാറി. ഒരു നൂറ്റാണ്ടിൽ ആദ്യം വിപുലമായ ഗ്രന്ഥം എഴുതിയ ഇമാമിയങ്ങൾ ആ 10 കൊല്ലമോ 25 കൊല്ലമോ കഴിയുമ്പോഴേക്ക് അതിന്റെ മുഖ്തസർ തയ്യാറാക്കി. വേറെ ഒരു 50 കൊല്ലം കഴിഞ്ഞ് വന്ന ഒരു പണ്ഡിതനൊരു മുഖ്തസറാണ് ആദ്യം തയ്യാറാക്കിയതെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം അതിന്റെ വസീത്തും ബസീത്തും തയ്യാറാക്കുന്നു. പാഠ്യപദ്ധതി പരിഷ്കരണമാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ നടത്തിയിരുന്ന ദർസ് ഇന്ന് നടക്കുന്ന ദർസ് പോലെ ആയിരുന്നില്ല. മഹാനവറുകൾ വഅളർന്നു കൊടുക്കണം. ബാബുൽ അസജ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മഹാനവറുകളുടെ കേന്ദ്രം. ആളുകൾ അങ്ങനെ പെരുകി വന്ന് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സ്ഥലമായി മഹാനവറുകളുടെ വഅള് കേട്ടാൽ തന്നെ വളരെ വലിയ പരിവർത്തനമാണ് സമൂഹത്തിനുണ്ടായിരുന്നത്. ഇങ്ങനെ വ്യക്തികൾക്കനുസരിച്ച്, കാലഘട്ടങ്ങൾക്കനുസരിച്ച്, ജനങ്ങളുടെ ചിന്താരീതി അനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണം. അൽഹംദുലില്ലാഹ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുമായൊക്കെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സർവാത്മന സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ ശാസ്ത്രീയമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സംഗതി മദ്രസ പഠിപ്പിക്കാരനായ ചെറിയ പണിയേറ്റാ സമൂഹം കാണുന്നത്. അങ്ങനെയല്ല, വലിയ പണിയാണത്. ഒരു മനുഷ്യന്റെ ചിന്താഗതി ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്ന മഹാപ്രക്രിയയാണ് മതവിദ്യാഭ്യാസ പ്രക്രിയ. അവന്റെ വിശ്വാസം ശരിയാക്കുന്നു, അവന്റെ കർമാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, അത് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ പഠിപ്പിക്കുന്നു. 3-ാമത് സദാചാരശീലം പഠിപ്പിക്കുന്നു. ഏതൊരു മാനവിക തലമുറയും എടുത്തു നോക്കിയാൽ അവർ സദാചാരശീലങ്ങൾക്ക് വിധേയരായിരുന്നു, അവരായിരിക്കും വിജയിച്ചത്. സദാചാരശീലങ്ങൾ കൈവെടിഞ്ഞാൽ നാശത്തിന്റെ ശവക്കുഴിയിലേക്കാണ് അവർ നിപതിക്കുക. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത ഉദാഹരണം, ഇന്നക്കും ലതഅതൂനൽ ഫാഹിഷ വഅൻതും തുബ്സിറൂൻ. അവരെ നശിപ്പിച്ചു വന്നു. ഇങ്ങനെ ലോകചരിത്രത്തിൽ നശിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ വേറെയുമുണ്ട്. ചില സംഭവങ്ങൾ വളരെ രത്നസംഗ്രഹമായ ഖുർആൻ പറഞ്ഞു വെച്ചത് മാത്രമാണ്. ലോകചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മദ്രസയിലെ തഅലീം, മദ്രസാധ്യാപനം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ പണിയല്ല, വലിയ പണിയാണ്. മുസ്ലിമീങ്ങളുടെ മക്കളെ വിശ്വാസവും കർമ്മവും സദാചാരശീലവും ശരിയായ രീതിയിൽ പ്രയോഗവൽകൃതമാം വിധം പഠിപ്പിക്കുക എന്നത്. പ്രയോഗവൽകൃതമാകണമെങ്കിൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾ മാതൃകയാകണം. അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ മാതൃകാ വര്യന്മാരാണ്. അല്ല എന്ന ദുസ്സൂചനയല്ല ഞാൻ നൽകുന്നത്. കൂടുതൽ നാം നല്ല മാതൃകയായി മാറണം. പറയുന്നവൻ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ധാർമ്മികമായ ബാധ്യത. ഈ ബാങ്ക് കൊടുക്കുന്ന ആൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മെല്ലെ പറയണം. നാളെ എന്തായാലും മെല്ലെ പറയണം. ആലോചിച്ച് നോക്കിയിട്ടുണ്ട്.
മെല്ലെന്തിനാ പറയണത്? കിതാബിലൊക്കെ ഉണ്ടാവും. അതിന് മുമ്പ് മെല്ലെ പറയണം. ഈ പ്രഖ്യാപനത്തിന് ഞാൻ അർഹനാണ് എന്ന് സ്വയം അർഹത നേടുകയാണ് അവൻ ചെയ്യുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന ആദ്യം അവനില്ല. എന്നിട്ട് ജനങ്ങളോട് പറയണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മറ്റത് അതിന്റെ ഒഫീഷ്യൽ വാക്കുകളാണ്, അതിന്റെ ഔദ്യോഗിക വാക്കുകളാണ്. ഇവൻ അത് വിശ്വസിച്ചോളണമെന്നില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വിശ്വസിക്കാത്ത ലെബനോണിലുള്ള അറബിയെ വിളിച്ച് ബാങ്ക് കൊടുത്താന്ന് പറഞ്ഞാൽ സുന്ദരമായി ബാങ്ക് കൊടുക്കും. ലെബനോൺ ഉദാഹരണം പറഞ്ഞാണ്. അവിടെ ക്രിസ്ത്യാനികളൊക്കെ അറബിയ പറയല്. അപ്പൊ അവനോട് ബാങ്ക് കൊടുത്താ ഓ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പക്ഷെ ഓനും ഈ ബാങ്ക് കൊണ്ടിട്ടില്ല. അപ്പൊ ഈ ബാങ്ക് വിളിക്കുന്ന ആൾ ഈ പ്രഖ്യാപനത്തിന് മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു വിളംബരമാണല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ്. അതിന്റെ ആളുള്ള യോഗ്യത ഇവൻ ആദ്യം നേടണം. അതിനാ മെല്ലെ പറയണം. മെല്ലെ പറയണ അവന് വേണ്ടിയുള്ള അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ്, പിന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളോട് നുണ പറയരുത്, ഗീബത്ത് പറയരുത്, അക്രമം ചെയ്യരുത്, അന്യന്റെ മുതൽ അപഹരിക്കരുത്, നിസ്കരിക്കണം, നോമ്പ് വെക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആള് അതിന്റെ മാക്സിമം ഉയർന്ന മാതൃകയാകണം. ഉയർന്ന മാതൃകയാകണം. മാതൃകയാവാതെ പറയുന്നതിന് ഒരു നിലയും വിലയും കൽപ്പിച്ചിട്ടുള്ള ശരീഅത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ എന്തിനാണ് സ്വയം അനുഷ്ഠിക്കാത്തത് പറയുന്നത്? ആ ചോദ്യത്തിൽ നിർത്താതെ അതിന്റെ ദയനീയ പരിണതി കൂടി അടുത്ത ആയത്തിൽ പറഞ്ഞു. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ സ്വയം അനുവർത്തിക്കാത്തത് മറ്റുള്ളവരോട് പറയുക എന്നത് വളരെ കഠോരമാകുന്നു അല്ലാഹുവിങ്കൽ. കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നമ്മുടെ സമൂഹത്തിൽ നിരവധി ജീർണതകൾ കുടിക്കൊള്ളുന്നു. അതൊക്കെ മാറ്റാൻ കഴിവുള്ളവരാണ് അൽഹംദുലില്ലാഹ് ഇൽമിന്റെ അഹലുകാര്, മുഅല്ലിമീങ്ങള്, മുദർരിസീങ്ങള്, പ്രഭാഷകന്മാര്, ഖതീബുമാര് ഒക്കെ. ഏറ്റവും ചുരുങ്ങിയത് സമാധാനപൂർണമായ പുണ്യമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിയിൽ ചെറിയ ഒരു ഭാഗഭാഗിത്വമെങ്കിലും വഹിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നത് വലിയൊരു ആത്മനിർവൃതിയുടെ പ്രേരകമാണ്, അതിന് കാരണമാണ്. അൽഹംദുലില്ലാഹ് ഈ മഹല്ലത്തിലെ ആൾക്കാരൊക്കെ നന്നായി എന്റെ വയലും നസീഹത്തൊക്കെ ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന ഒരവസ്ഥ ഒരു മനുഷ്യന്റെ, ഒരു ദാഇയുടെ, ഒരു ഇൽമിന്റെ അഹലുകാരന്റെ മനസ്സിൽ വന്നാൽ വല്ലാത്തൊരു വിലമതിക്കാനാകാത്ത ഒരു ആത്മീയ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ നേരത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വന്നിട്ട് ഉമ്മത്തിനെങ്ങനെ നോക്കിയല്ലോ, പള്ളിയിൽ കൂടി ജനങ്ങളൊക്കെ. അൽഹംദുലില്ലാഹ് എന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ ജനങ്ങളൊക്കെ ദലാലത്തിൽ നിന്ന്, ജാഹിലിയ്യത്തിൽ നിന്ന്, കള്ളിൽ കുളിച്ച് നടന്നിരുന്ന അവസ്ഥയിൽ നിന്ന്, സർവ്വ തിന്മകളുടെയും വിധാതാക്കളായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവരെ എങ്ങനെ എനിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞല്ലോ. ചെറുപ്പക്കാരൊക്കെ തോന്നിവാസം ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ നന്നായി ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ സന്തുഷ്ടി ഉണ്ട്, അതിന് വിലമതിക്കാൻ കഴിയില്ല. അതെന്നെ നിന്ന് കിട്ടുന്ന ലാഭം. പടച്ചോൻ എന്റെ ഉസ്താദിനെ നീ പുറത്തു കൊടുക്കണേ, മഗ്ഫിറത്ത് ചെയ്യണേ, മർഹമത്ത് ചെയ്യണേ എന്നൊരു കുട്ടി ദുആ ചെയ്താൽ അവർ തമ്മിൽ ഒരുവിധ കണക്ഷനുമില്ല. ഈ ധാർമ്മികമായ ഒരു ബന്ധമല്ലാതെ വേറൊരു ബന്ധവുമില്ല. അതിന് ഇജാബത്തുണ്ടാവും. ആ ഇജാബത്ത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. ഇൽമിന്റെ അഭാവം അഥവാ ലഭിച്ച ഇൽമിന്റെ പ്രയോഗവൽക്കരണം അപ്രത്യക്ഷമായി പോയാൽ ജനങ്ങൾ ജാഹിലിയത്തിലേക്ക് കൂപ്പുകുത്തുന്നു. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം അതിന് തെളിവാണ്. എല്ലാവിധ തോന്നിവാസങ്ങളും സമൂഹം ജീവിതത്തിൽ പകർത്തുന്നു. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയിച്ചില്ല. ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണ് പഠിച്ച ഇൽമ് ഫലപ്രദമാകാതെ പോയാൽ സമൂഹത്തിലുണ്ടാകുന്ന വ്യാപകമായ ഫസാദ്, ഫിത്ന, തിന്മ എന്ന് നാം മനസ്സിലാക്കി. ഇത് ഇല്ലായ്മ ചെയ്യുന്നതിൽ ചെറിയൊരു പങ്കെങ്കിലും നമ്മളെ കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമാണ് എന്ന് മാത്രമല്ല, ആ സമൂഹത്തിന്റെ അനുഗ്രഹപൂർണമായ അവസ്ഥ കണ്ട് നമുക്ക് സമാശ്വസിക്കാനും സാധിക്കും.
അതുകൊണ്ടാണ് ഈ ദൗത്യവുമായി വന്ന ആളുകൾ അള്ളാഹു നിയോഗിച്ചയച്ചവർ അവങ്കിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ അമ്പിയാക്കളാണ് അള്ളാഹുവിൽ ഏറ്റവും സ്ഥാനമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ. അവർ ചെയ്യുന്ന പണി അത്ര മഹത്വമേറിയ ആ മഹത്വമേറിയ പണി ചെറിയ തോതിലും നിർവഹിക്കുന്നവരാണ്. ഇപ്പൊ പ്രവാചകന്മാരുടെ ദൗത്യം വളരെ വലിയതായിരുന്നു, വളരെ പവിത്രമായിരുന്നു. ചെറിയ തോതിലെങ്കിലും നിർവഹിക്കുകയാണ് നാം. പുണ്യവാന്മാരായ ആളുകളുടെ പുണ്യനിർഭരമായ ആ പ്രവൃത്തി ഭാഗികമായെങ്കിലും നാം നിർവഹിക്കണം. അവർ തേങ്ങ ഉടക്കുന്നവരായിരുന്നുവെങ്കിൽ നാം ചിരട്ട ഉടക്കുന്നു എന്നർത്ഥം. അവരോട് തുല്യമായാൽ തന്നെ വലിയ പവിത്രതയാണ്. ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. ഫതശബ്ബഹു, പുണ്യവാന്മാരോട് നിങ്ങൾ സദൃശരാവുക. ഇല്ലം തകൂനു മിസ്ലഹും, അവർ ചെയ്യുന്ന പണി അപ്പടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിലും അവരോട് സദൃശരാകുക. അവർ നന്മ കൽപ്പിച്ചിരുന്നു, നമ്മളും നന്മ കൽപ്പിക്കുക. അവർ തിന്മ നിരോധിച്ചിരുന്നു, നമ്മൾ തിന്മ നിരോധിക്കുന്നതിൽ ഭാഗഭാഗിത്വം വഹിക്കുക. അവർ പുതിയ ആരോഗ്യകരമായ തലമുറയെ സൃഷ്ടിക്കുകയായിരുന്നു, നമ്മളും ചെറിയ അണ്ണാറക്കണ്ണനും തന്നാലായത്. ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്നത്തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അതിന് ഈ വൃത്തവുമായി പുതിയ തലമുറയെ ബന്ധപ്പെടുത്തുക. ഈ വൃത്തവുമായി ദീൻ പഠിക്കുന്നതിൽ ഒരു പാരമ്പര്യമുണ്ട്. അത് ഒരു ഉസ്താദിന്റെ തിരുവക്ത്രത്തിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് പോയാലും കുട്ടികളൊക്കെ വിളിച്ചുകൂട്ടി ഉസ്താദ് ക്ലാസ് സംഘടിപ്പിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. ഉസ്താദിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ, ഉസ്താദിന്റെ വായിൽ നിന്ന് കേട്ട് പഠിക്കുമ്പോൾ അതാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെയ്യുക. അമ്പിയാക്കന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ അയച്ചു കൊടുക്കും, ജിബ്രീൽ അത് ഓതി കൊടുക്കും, പറഞ്ഞു കൊടുക്കും. അങ്ങനെ പ്രവാചകന്മാർ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൂട്ടി പറഞ്ഞു കൊടുത്തു, നബി പറഞ്ഞു കൊടുക്കുന്നത് അവർ കേൾക്കും, അങ്ങനെ ചെയ്യും. ദീൻ കൈമാറുന്നതിൽ അതാണ് ഔദ്യോഗിക രീതി, ദീൻ കൈമാറുക. അപ്പൊ ഒരു പുസ്തകം വായിച്ചാലോ CD കേട്ടാലോ ആ ഗുണം കിട്ടൂല, ഉസ്താദിന്റെ അടുത്ത് കിട്ടണേ കിട്ടൂല. അത് തീരെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ മെച്ചമാണെന്ന് പറയാവുന്നതാണെങ്കിലും ഉസ്താദിന്റെ തിരുവായയിൽ നിന്ന് ലഭിക്കുന്ന ആ ഗുണം അതിന് ലഭിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഉസ്താദുമാരായ നാം നമ്മുടെ വൃത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാഠശാലയിൽ നിന്ന് ഒരു ഔപചാരിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പോയാലും വീണ്ടും അവരെ പാർഷ്യലായി ഭാഗികമായി തിരിച്ചു വിളിച്ച് നമ്മുടെ ആ ഉസ്താദിയത്തും ആ തിൽമീദിയത്തും നിലനിർത്താൻ ആവശ്യമായ സംവിധാനം വെച്ച് ആ കൂട്ടത്തിൽ രക്ഷിതാക്കളെ യോഗം വിളിക്കണം, വയോജന ക്ലാസ് സംഘടിപ്പിക്കണം, സ്ത്രീജന ക്ലാസുകൾ സംഘടിപ്പിക്കണം, മാതൃസംഗമങ്ങൾ ഉണ്ടാക്കണം. നബിതങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. നബിതങ്ങൾ അങ്ങനെയായിരുന്നു. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, നബിയെ തങ്ങളപ്പോൾ ആണുങ്ങൾക്ക് മാത്രമാണ് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാക്കി തരണം. ഒരു ദിവസം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു. നമ്മുടെ ഉത്തരവാദിത്വം വളരെ മഹനീയമാണ് എന്നും അതുകൊണ്ട് ആ ഇൽമ കൊണ്ട് നമ്മൾ വളരെ സൗഭാഗ്യപൂർണരാണ് എന്നും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുമ്പോഴേ നമുക്കിത് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമുദായം ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഈമാനും ഇസ്ലാമും കൈവരാൻ, ഈമാന്റെയും ഇസ്ലാമിന്റെയും ഇഹ്സാനിന്റെയും പാതയിലൂടെ അവർ സഞ്ചരിക്കാനും ഈ ഉസ്താദിന് മാത്രമേ കഴിയുള്ളൂ എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ഏത് ഇംഗ്ലീഷ് മീഡിയം കോളേജിലോ സ്കൂളിലോ അയച്ചാലും, നിങ്ങൾ അവനെ ഓക്സ്ഫോർഡിലോ കാംബ്രിഡ്ജിലോ പറഞ്ഞയച്ചാലും ഒന്നും ഈ പറഞ്ഞ ഒന്നും അവന് നേടാൻ കഴിയും, ഒരക്ഷരം പോലും പഠിക്കാൻ കഴിയും. വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ധർമ്മത്തിന്റെ ധാർമ്മികതയുടെ ഒരു ABCD പോലും അവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ നേരെ വിപരീതമായാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നല്ലാതെ ഒരു നന്മയും ലഭിക്കുന്നില്ല. ആ നന്മ നൽകുന്നത് ഈ ഉസ്താദന്മാരാണ് എന്ന് മഹല്ലത്തിലുള്ള നേതാക്കന്മാർ, പൗരപ്രമുഖന്മാർ, ഭാരവാഹികൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ മനസ്സിലാക്കുക. ഒരു കാര്യത്തിൽ ഇങ്ങോട്ട് തിരിച്ചു ലഭിക്കുന്ന മംഫഅത്തിനനുസരിച്ചാണ് അതിന് മൂല്യം നൽകേണ്ടത്. നമ്മുടെ കുട്ടികൾ
സാലിഹ്യങ്ങളായി, സദാചാരശീലരായി, അച്ചടക്കമുള്ളവരായി, അല്ലാഹു റസൂലും പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നവരായി മാറുന്നത് ഉസ്താദുമാരെ. അങ്ങനെ വല്ലതും പഠിച്ചു വെച്ച ഒരു കുട്ടി വരികയാണെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് മറ്റു സ്ഥലത്ത് നടക്കുന്നത്. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഈമാനും ഇസ്ലാമും ഇഹ്സാനുമുള്ളവരായി വളർത്താൻ സഹായിക്കുന്നത് ഈ ഉസ്താദുമാരാണ് എന്ന് സമുദായം മനസ്സിലാക്കണം. ഭാരവാഹികള്, പൗരപ്രവർത്തകന്മാര്, സമ്പന്നന്മാര്, മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ. അഥവാ നമ്മുടെ നാട്ടിൽ ദീനീ സംസ്കാരം നിലനിർത്താൻ ഇവരുടെ സേവനങ്ങൾ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. മറിച്ചുള്ള അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായി വരാൻ തുടങ്ങിയിരിക്കുന്നു. മഹല്ലുകളിലൊക്കെ മദ്രസയിലേക്ക് കുട്ടികളെ അയക്കുന്നില്ല. പലർക്കും അതൊരു അലർജിയാണ്. മദ്രസ എന്റെ മാതിരിയൊക്കെയുള്ള ആൾക്കാർ പിന്നെ കുട്ടികളെ മദ്രസയിൽ അയക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, മദ്രസയിലെ ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദിന്റെ വായയിൽ നിന്ന് കേട്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിന് ജിബ്രീൽ അയച്ചത് മുത്തനബിന്റെ ഹൃദയത്തിലിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ പ്രവാചകന്മാർക്ക് വഹി ഉണ്ടാകാറുണ്ട്, ഹൃദയത്തിലിട്ട് കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു കൊടുത്തുകൊണ്ട് ഓതിക്കൊടുക്കുക. മാത്രമല്ല, ജിബ്രീൽ എന്ന ഉസ്താദിൽ നിന്ന് കേട്ടത് ഓതാനുള്ള ധൃതി നബി തങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അങ്ങ് വേണ്ട, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. മറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ജിബ്രീൽ ഓതി കൊടുക്കുമ്പോൾ അപ്പ നബി ഇങ്ങനെ വല്ല ഓതുന്നു. അല്ലാഹു തആല പറഞ്ഞു, അത് വേണ്ട. അതൊരു ഉസ്താദിയത്തിന്റെ ആദരത്തിന് എതിരാ. ഉസ്താദ് പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചു. മറന്നു പോകുമെന്നുള്ള ആശങ്ക കൊണ്ടാണ് നിബിധങ്ങൾ ഇതിന് തിരക്കൂട്ടുന്നത്. അപ്പൊ പറഞ്ഞു, ലാ തുഹർരിക് ബിഹി ലിസാനക, തങ്ങൾ അതിന്റെ ഒപ്പം ഓതണ്ട. ലിതഅജല ബിഹി, തത്രപ്പെട്ട് ധൃതിപ്പെട്ട് തങ്ങൾ ഓതുകയാണ് മറന്നു പോകുമോ എന്ന് കരുതി. അത് നമ്മൾ സംരക്ഷിച്ചോളൂ. അപ്പൊ ഈ ഉസ്താദിന്റെ അടുത്ത് കേൾക്കുക, പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക എന്ന് പറഞ്ഞാൽ അതാണ് മതാധ്യാപനങ്ങൾ കൈമാറാനുള്ള അള്ളാഹു നിശ്ചയിച്ച സംവിധാനം, രീതി എന്ന് രക്ഷാകർത്താക്കളും മാനേജ്മെന്റുകളും മഹല്ല് പ്രതിനിധികളും ഭാരവാഹികൾക്കും ഒക്കെ മനസ്സിലാക്കണം. അതിനുള്ള സംവിധാനം ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മഹല്ല് കമ്മിറ്റി സംവിധാനിക്കണം. അപ്പൊ നമ്മുടെ മഹല്ലിലുള്ള കുട്ടികളും ചെറുപ്പക്കാരൊക്കെ വളരെ സദാചാരശീലരും മതനിഷ്ഠരും വിശ്വാസപൂർണരുമൊക്കെ ആയി വരും. ഉസ്താദുമാർക്കേ അത് ചെയ്യാൻ കഴിയുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. നമുക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് അള്ളാഹു നിക്ഷേപിച്ച ഉത്തരവാദിത്വമായതുകൊണ്ട് നാം അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുകയും വേണം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ദീൻ നിലനിന്നത്. 90 കൊല്ലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചു വരുന്നു. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കോഴിക്കോട് ടൗൺ ഹാളിൽ ഉടലെടുത്തത്. 90 കൊല്ലമായി. ഹിജറ കണക്കനുസരിച്ച് 93-94 കൊല്ലമായി. കേരളത്തിന് പുറത്തുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു മഹാസൗഭാഗ്യം ലഭിച്ചില്ല. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാകുക, ചെയ്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്നൊരു കമ്പാരിസൺ, ഒരു താരതമ്യ പഠനത്തിന് ഞാനീ പറയുന്നത് സഹായകമാണ്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് വേറെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. കേരളത്തിലുള്ളതിനേക്കാൾ അനേകം ഇരട്ടി മുസ്ലിമീങ്ങളുള്ള സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ആ കോടിക്കണക്കിന് ആളുകൾക്ക് സഹാദത്ത് കലിമ അറിയില്ല. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് സഹാദത്ത് കലിമ അറിയില്ല. ഉറപ്പാ. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നത് പറയുമ്പോൾ എങ്ങനെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്ത് കലിമ അറിയില്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് അറിയില്ല, കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ നിസ്കരിക്കാൻ അറിയില്ല. കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകൾ യാത്ര ചെയ്താൽ ഗ്രാമങ്ങളിൽ പോയാൽ നിങ്ങൾ കാണാൻ കഴിയുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അവിടങ്ങളിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇത് കണ്ടറിഞ്ഞ് മനസ്സ് വേദനിച്ച് ചെയ്യാം. 76 വയസ്സായ ഒരു വൃദ്ധയെ കണ്ടു. മുസ്ലിമാ, നല്ല സുന്ദരമായ പേരാണ്. 76 വയസ്സ്. ഇത് അള്ളാഹുവിന്റെ ദുനിയാവില് ശുദ്ധവായുവും ഭക്ഷണവും മറ്റ് ആനുകൂല്യങ്ങളും അള്ളാഹുവിൽ നിന്ന് അനുഭവിച്ചിട്ട് ഒരു വഖത്ത് നിസ്കരിക്കാൻ ആ സഹോദരിക്ക് സാധിച്ചിട്ടില്ല. ഒരു വഖത്ത്. ഇതിൽ നിന്ന് വേറൊരു കാര്യം നമ്മൾ പിന്നോട്ട് നോക്കി വായിക്കണം. 75 വയസ്സായ ഒരു സ്ത്രീ ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ 65 കൊല്ലം മുൻപ് പോലും
അവിടെ അങ്ങനെ ഒരു നമസ്കാര സംസ്കാരം ഉണ്ടായിരുന്നില്ല എന്നതാണ് ആ പറഞ്ഞത്. നമ്മളൊക്കെ നിസ്കരിച്ച് പഠിച്ചിക്കല് 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സാകുമ്പോഴാണ് നമ്മളെ കുട്ടികൾ. എന്നാൽ ഈ വൃദ്ധ ജീവിച്ച പശ്ചാത്തലത്തിൽ 65 കൊല്ലം മുമ്പ് അങ്ങനെ ഒരു നമസ്കാര സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അന്നെങ്കിലും ഈ സ്ത്രീക്ക് ഒരു വക്ത് നിസ്കരിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരണം. കേരളത്തിലെ 7 വയസ്സ് 8 വയസ്സ് 10 വയസ്സ് 12 വയസ്സായ കുട്ടി ശരിയായി നിസ്കരിക്കുന്നു, യാസീൻ ഓതുന്നു, തബാറക്ക് ഓതുന്നു, ഖുർആൻ നോക്കി ഓതുന്നു, ഖുർആനിലെ പല സൂറത്തുകളും മനഃപ്പാഠമാക്കുന്നു, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, ഉസ്താദ്മാരെ എങ്ങനെ ആദരിക്കണം ഒക്കെ അവൻ അറിയാലോ. എന്താ വ്യത്യാസം? കേരളത്തിലെ മുസ്ലിംകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപനത്താൽ മഹാസൗഭാഗ്യവാന്മാരായി എന്നതാ വ്യത്യാസം. അവിടങ്ങളിലുണ്ടായിരുന്ന വലിയ വലിയ ആളുകൾ, വലിയ നവാബുമാര്, സുൽത്താൻമാര്, ഭരണാധിപന്മാര്, മുഹദ്ദിഥീങ്ങൾ, ആലിമീങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പാരമ്പര്യം അവർക്ക് കളഞ്ഞു കുളിച്ചു നശിച്ചുപോയി. പാരമ്പര്യം സംരക്ഷിക്കേണ്ടത് അതിന്റെ കൈവശക്കാരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പാരമ്പര്യം സംരക്ഷിക്കേണ്ടത് ഇന്ന് അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും വിദ്യാഭ്യാസ ബോർഡും ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി മഹല്ല് ഫെഡറേഷനും SYSഉം SKSFും SBയും തുടങ്ങി എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അത് മുറുകെ പിടിക്കണം. അപ്പോൾ അത് സുരക്ഷിതമാവും. വടക്കേ ഇന്ത്യയിലുള്ള നിരവധി മുഹദ്ദിഥീങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ഡിതന്മാരുടെയോ ആലിമീങ്ങളുടെയോ മുഅല്ലിഫീങ്ങളുടെയോ മുസന്നിഫീങ്ങളുടെയോ വലിയവന്മാരുടെയോ കുറവല്ല. നേരത്തെ അവരുണ്ടാക്കിയിട്ടിരുന്ന പള്ളികൾ ഇന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. കാലികളെ കെട്ടുന്ന തൊഴുത്ത് വരെ ആയിരിക്കുന്നു പള്ളികൾ. ഡൽഹിയിലേക്ക് തന്നെ പോകാം നിങ്ങൾക്ക്. ഡൽഹിയിൽ പുരാനി ദില്ലി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുരാനി ദില്ലിയിൽ, ഓൾഡ് ദില്ലി, പഴയ ദില്ലി, അവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് പുരാനി ദില്ലി ബസ് അഡ്ഡ എന്നാണ്. പുരാനി ദില്ലി ബസ് അഡ്ഡയിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്ക് വരുന്ന സ്ഥലത്തിന്റെ നേരെ മുന്നിൽ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഒരു കുന്ന, ചെറിയ കുന്ന്, ഒരു 10 അടി 12 അടിയൊക്കെ ഉയരത്തിലുള്ളൊരു കുന്ന്. അവിടെ കയറി നോക്കിയാൽ അവിടെ വളരെ വിശാലമായ അറബി കോളേജിന്റെ ബിൽഡിംഗ് കാണാം. അവിടെ സുന്ദരമായ മസ്ജിദ് കാണാം. അറബി കോളേജ് ബിൽഡിങ്ങുകളിലൊക്കെ താമസിക്കുന്നത് അന്യ ആളുകൾ വന്ന് താമസിക്കുകയാണ്. പള്ളിയിൽ താമസിക്കുന്നത് അവരുടെ കാലികളാണ്. പള്ളി അറബി കോളേജ് ബിൽഡിങ്ങിനെ അപേക്ഷിച്ച് സുരക്ഷിതത്വം കുറഞ്ഞതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു തുറന്ന സ്ഥലമായിരിക്കും പള്ളി. അപ്പൊ അവിടെ അവർ കാലികൾ കെട്ടുന്നു. കോളേജിന് വേണ്ടി, ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ബിൽഡിങ്ങിൽ അവർ അന്തി ഉറങ്ങുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയുടെ ഒരു ഭാഗമാണ് പുരാനി ദില്ലി, ഓൾഡ് ഡൽഹി, പഴയ ഡൽഹി. അവിടുത്തെ സ്ഥിതിയാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ വെച്ചാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും അതിന്റെ കീഴടങ്ങളുടെയും അനുഗ്രഹം നാം വിലയിരുത്തേണ്ടത്, മൂല്യവൽക്കരണം നടത്തേണ്ടത്. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ എന്നിരുന്ന് ആലോചിച്ചു നോക്കണം. സമസ്ത ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളാകെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ജന്മിമാരുടെ അടിയാന്മാരായി, തൊഴിലാളികളായി, വിറക് വെട്ടികളായി, വെള്ളം കോരികളായി അധപ്പതിച്ചിരിക്കുന്നു വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ. എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അടിമത്തം നിരോധിക്കപ്പെട്ടു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അസ്തിത്വമാണ്. ഇൽമിലൂടെ മാത്രമേ സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയൂ. ഇൽമല്ലാത്ത വേറെ എന്തെങ്കിലും സംഭാവനകൾ അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ, നിങ്ങളൊരു 10 ലോറി 10 കണ്ടെയ്നർ അരി അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ഇറക്കുമതി ചെയ്താൽ ആ കിട്ടിയ അരി തീരുന്നത് വരെ അവർ ചോറ് വെച്ച് തിന്നും. ഗോതമ്പ് കൊടുത്താൽ അവർ ചപ്പാത്തി ചുട്ട് തിന്നും. പക്ഷേ ആ ചപ്പാത്തി ഒരു മാസം ചുട്ടാലും 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ചപ്പാത്തി ചുട്ട് തിന്നാലും അടുത്ത 1-ാം തീയതി അവർ പഴയ ആളുകൾ തന്നെയായിരിക്കും. ചിന്താപരമായി, സാംസ്കാരികമായി, മതപരമായി ബോധമുള്ളവരായി അവർ മാറണമെങ്കിൽ അവർക്ക് ഇൽമ് കൊടുക്കണം, അറിവ് കൊടുക്കണം. അത് സമസ്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നതാണ് സംഭവിച്ചത്. സമസ്തയുടെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരുമുണ്ട്. നമ്മുടെ ചില കൂട്ടത്തിലെ ചില നിർഭാഗ്യവാന്മാരായ ആളുകൾ. അവര് കണ്ണാടിക്കൂട്ടിൽ കിടന്ന് കല്ലെറിയുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കും. മലർന്ന് കിടന്ന് മേലോട്ട് തുപ്പുകയാണ് എന്ന് മനസ്സിലാക്കാം. അറബ് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കൂ. ഇവിടെയുള്ള ഒരു കുട്ടി, 9 വയസ്സായ കുട്ടി തബാറക കാണാതെ പഠിക്കുന്നുവെങ്കിൽ, ഓതുന്നുവെങ്കിൽ, വദ്ദുഹ വല്ലയിൽ ഓതാൻ കഴിയില്ല. നിങ്ങൾ UAE-യിലോ കുവൈത്തിലോ ഖത്തറിലോ സൗദി അറേബ്യയിലോ ചെന്നൊരു കുട്ടിനെ ഒതിച്ചു നോക്കിയാൽ വദ്ദുഹ വല്ലയിൽ ഓതാൻ അറിയില്ല. വെറുതെ പറയല്ല, തഗ്ലീബല്ല, മുബാലഗയും മുഗാലബയുമല്ല, വസ്തുതയാണ്.
അങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉടലെടുത്തത്, പ്രവർത്തിച്ചു വന്നത്. ഈ 90 വർഷത്തിലധികം മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ സമസ്തയുടെ അസ്തിത്വമുണ്ടായത് പൂർവികന്മാരുടെ പാതയിലൂടെ തന്നെ നാം മുന്നോട്ട് പോകണം. അത് മാറ്റിമറിച്ചാൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വളർന്നു വരുന്ന തലമുറക്കും അപകടകരമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ജംഇയ്യത്തുൽ മുഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങളും സഹായങ്ങളും ചെയ്യുന്നത് ഇതിന്റെ വലിപ്പവും വിലയും മനസ്സിലാക്കിയതുകൊണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും അറിയും അതൊക്കെ. റേഞ്ച് സമ്മേളനങ്ങൾ, റേഞ്ച് മീറ്റിങ്ങുകൾ, അതുപോലെ സർവീസ് ആനുകൂല്യം, സർവീസിലുള്ള ഉസ്താദുമാർക്കൊക്കെ ആനുകൂല്യം നൽകുന്നു. അതുപോലെ മുഅല്ലിം ക്ഷേമനിധി 1977 രൂപീകരിച്ച് വീടുണ്ടാക്കാന്, കക്കൂസുണ്ടാക്കാന്, കിണർ കുഴിക്കാന്, ചികിത്സിക്കാന്, പിന്നെ വീട്ടുകാരൻ മരിച്ചാൽ വിധവാ പെൻഷൻ, ഒരുപാട് പെൻഷൻ. കുറെ കാലം മുഅല്ലിമായി സേവനം അനുഷ്ഠിച്ച ആൾ പിരിഞ്ഞ ശേഷം അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നു. സ്വകാര്യ മേഖലയിൽ പെൻഷൻ നൽകുന്ന ഏക വ്യവസ്ഥാപിത സംഘടനയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. 500ഓളം മുഅല്ലിമീങ്ങൾക്ക് സേവന രംഗത്തിൽ നിന്ന് അനാരോഗ്യകരമായ കാരണങ്ങളാലും മറ്റും പിരിഞ്ഞ ആളുകൾക്ക് 500ഓളം ഉസ്താദുമാർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കും. 5000-ഉം 10,000-ഉം 15,000-ഉം 20,000-ഉം ഒക്കെ കേസുകളുടെ പ്രത്യേകത അനുസരിച്ച് അവർക്ക് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാമെന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, സമയവും അവസാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ സുന്നി മഹല്ല് ഫെഡറേഷൻ, SYS, SKSSF, SBV തുടങ്ങിയവയൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഈ സംസ്കാരം നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ. അതിന്റെ നിലനിൽപ്പിന്, അത്തരം പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന്, കൂടുതൽ സജീവമാക്കുന്നതിന് ഇൽമിന്റെ അഹ്ലുകാരായ നാം, വിശിഷ്യ മുഅല്ലിമീങ്ങളായ നാം പരമാവധി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മളും ആ വിഷയത്തിൽ അലംഭാവം കാണിച്ചാൽ ഈ കേരളീയ സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് തിരിച്ചു വരാൻ പറ്റാത്തൊരു പതനത്തിലേക്കായിരിക്കും നാം നിപതിക്കും. അള്ളാഹു നമ്മോട് ചോദിക്കും അതിനെ സംബന്ധിച്ച്. ഇത്രമാത്രം അനുഗ്രഹീതമായ ഒരു സംഘടനയിൽ അണിനിരക്കാൻ അവസരമുണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയില്ല എന്ന് അള്ളാഹു ചോദിക്കും. എല്ലാ കാര്യവും ആഖിറത്തിൽ ചോദിക്കുമല്ലോ. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ശോഭനമായ ഭാവി മുന്നിൽ കണ്ട് വളരെ ആസൂത്രിതമായ രീതിയിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് ദീനിന്റെ പേരിൽ അപേക്ഷിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടത് നമുക്കൊരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സെഷൻ പുരോഗമിക്കുകയാണ്. സെഷന്റെ അധ്യക്ഷത സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ സമാദരണീയനായ പ്രസിഡന്റ് മൗലാന CKM സാദിഖ് മുസ്ലിയാർ അവർകളാണ്. ഉസ്താദ് അവർകൾ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. KL 51 ഈ 46, 47 കാറ് പാർക്കിംഗ് ഏരിയയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ അതൊന്നും മാറ്റിക്കൊടുക്കും. പരമാവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇരിക്കുന്ന ആളുകൾ അവരുടെ കസേരയുമായി ഒരു അല്പം മുന്നോട്ടിരിക്കണമെന്ന് സവിനയം ഉണർത്തുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഒരു അല്പം മുന്നോട്ടിരുന്നാലേ പിറകിൽ സൗകര്യമുണ്ടാവുകയും. തദ്രീബ് പുതുവർഷത്തിലേക്ക് എന്ന വിഷയം അവതരിപ്പിക്കാൻ തദ്രീബ് ഡയറക്ടർ SP മുഹമ്മദ് അലി മാസ്റ്റർ വേദിയിലുണ്ട്. നമ്മുടെ പ്രമുഖരായ നേതാക്കളൊക്കെയുണ്ട്. സെഷൻ പുരോഗമിക്കുകയാണ്. മുഴുവൻ ആളുകളും നമ്മുടെ പ്രവർത്തകർ സാരഥികൾക്ക് ഇരിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിൽ അല്പം കൂടി മുന്നോട്ടിരിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മുടെ ബഹുമാന്യനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ അല്പസമയത്തിനകം ഉദ്ഘാടനത്തിനു വേണ്ടി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. الحمد لله والصلاة والسلام على رسول الله. أما بعد فأوصيكم عباد الله وإياي بتقوى الله.
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي صدق الله العلي العظيم. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മദ്രസ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികളെ, ഒരു സുദീർഘമായ പ്രസംഗം ചെയ്യാൻ പറ്റിയ സന്ദർഭമല്ല എന്ന് ഇവിടെ ഈ അനൗൺസ് ചെയ്യുന്ന വാക്കുകൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവിടെ നടക്കേണ്ടത് ക്ലാസ്സാണ്, പഠന ക്ലാസ്. ആ ക്ലാസ് നടത്തേണ്ട ആള് വളരെ തയ്യാറെടുത്തുകൊണ്ട് ഈ സ്റ്റേജിൽ തയ്യാറായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്ലാസ്സിനൊരു കോട്ടം വരുത്തരുത് എന്ന സതുദ്ദേശത്തോടുകൂടി വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ നമ്മുടെ ബഹാവുദ്ദീൻ മുഹമ്മദ് നബി അവர்கள் വളരെ സാരഗർഭമായ, അറബിയിൽ പറഞ്ഞാൽ ജാമ്യവും മാന്യവുമായ ഒരു ക്ലാസ്സാണ് ഇവിടെ അവതരിപ്പിച്ചത്. പറയേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി, തടയേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉൾപ്പെടുത്തി. അങ്ങനെ എല്ലാ തരത്തിലും വളരെ പഠനാർഹമായ ഒരു ക്ലാസ്സാണ് അദ്ദേഹം നടത്തിയത്. സമയമാണെങ്കിൽ അതിക്രമിച്ചു. ഇനി ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഉദ്ഘാടന പ്രസംഗം നടക്കാറുണ്ട്. തങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. നാളെ മഹ്ശറിൽ ചെല്ലുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസൂലു ഖദമ ബനി ആദമ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഈൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ല വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖ വഅൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ. 4 കാര്യങ്ങളെ സംബന്ധിച്ച് നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് തക്കതായ മറുപടി പറയാതെ നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ അള്ളാഹു നമ്മെ അനുവദിക്കുകയില്ല. പല കാര്യങ്ങളെപ്പറ്റി ചോദിക്കുന്ന വിഷയത്തിൽ സുപ്രധാനമായ 3-4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങൾ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തി എന്നത് ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നമുക്ക് കഴിയണം. ആ മറുപടി പറയേണ്ട ആളുകളെ ഇൽമു പഠിച്ച ആലിമീങ്ങളും അതുപോലെ തന്നെ അള്ളാഹു നിഅമത്ത് നൽകിയിട്ടുള്ള നമ്മുടെ സമ്പന്നരായ മാനേജിംഗ് കമ്മിറ്റിക്കാരെ എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല, അവരുമാണ് അതിന് മറുപടി പറയേണ്ടത്. ഒന്നാമത് ഉംരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുഷ്കാലം, വയസ്സ് എന്തിനാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണ് എന്റെ ആയുഷ്കാലം ഞാൻ ചെലവഴിച്ചത്, അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിലാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയും. രണ്ടാമത് അൻ ശബാബിഹി ഫീമാ അബ്ല, നമ്മുടെ യുവാക്കളെ സംബന്ധിച്ച് തന്റെ യുവത്വം എന്തിൽ നശിപ്പിച്ചു, എന്തിനാണത് ചെലവഴിച്ചത്, അത് ഉപയോഗപ്പെടുത്തിയ ചോദിക്കുമ്പോൾ നമ്മുടെ യുവത്വം ശരിക്കും നമുക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി, അള്ളാഹുവിന്റെ ദീൻ ശക്തിപ്പെടാൻ വേണ്ടി, അതിനെ ശാക്തീകരിക്കാൻ വേണ്ടി, അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ യുവത്വം ഞാൻ ചെലവഴിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയണം. മൂന്നാമത് വാൻ മാലിഹി മിന്നൈനക്തസ്ബ വഫീമാ അൻഫഖ, എവിടുന്നാണ് സ്വത്ത് സമ്പാദിച്ചത്, സ്വത്ത് സമ്പാദിച്ച മാർഗം വളരെ നല്ല മാർഗമായിരിക്കണം. വഫീമാ അൻഫഖ, സമ്പാദിച്ച് കൂമ്പാരമാക്കി വെച്ചാൽ മാത്രം പോരാ, അതെവിടെ ചെലവഴിച്ചു, ഈ കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയേണ്ടതുണ്ട്. നാലാമത് വാൻ ഇൽമിഹി മാദാ അമില ഫീമാ അലിമ. അള്ളാഹു നമുക്ക് നൽകിയ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട VKP അബ്ദുൽസലാം അവർ എത്തിയിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ രോഗവും ശിഫയായി കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഘടനയെ നയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കഴിവുകളും അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ 4 വിഷയങ്ങൾ, ഇൽമിഹി മാദാ അമില ഫീമാ അലിമ, തന്റെ ഇൽമിനെ സംബന്ധിച്ച് അത് പഠിച്ച ഇൽമ് എന്താണ്, ഇൽമു കൊണ്ട് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ആ കാര്യങ്ങൾക്കുള്ള മറുപടി പറയേണ്ട ആളുകളാണ് നമ്മുടെ ഈ മുമ്പിലുള്ളത്. ഒന്ന് ആലിമീങ്ങള്, മറ്റൊന്ന് നമ്മുടെ രാജ്യത്തുള്ള ധനാഢ്യന്മാരെ എന്ന് പറഞ്ഞുകൂടെങ്കിലും നമ്മുടെ ഓരോ മഹലിലുമുള്ള പ്രഗത്ഭരായ പ്രവർത്തകന്മാരൊക്കെയാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നാം നേരിടുന്ന വെല്ലുവിളിയെ സംബന്ധിച്ച് നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ ക്ലാസ്സിൽ വളരെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കേരള മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത സൗഭാഗ്യങ്ങളും ഞാമത്തുകളുമൊക്കെ വളരെ വിശദമായി പറഞ്ഞു. അതുകൊണ്ട് സമസ്ത എന്ന നമ്മുടെ സംഘടന
അതിന്റെ കീഴിലാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. 90-ാം വാർഷികം ഇൻഷാ അല്ലാഹ് നമ്മുടെ 16-ൽ അത് ഫെബ്രുവരി മാസത്തിൽ ആഘോഷിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കീഴ്ഘടകങ്ങളായ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ്, ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മഹല്ലി ഫെഡറേഷൻ, അതുപോലെ SKSF, ഒരുപാട് സംഘടനകൾ, SKSBV, ഒരുപാട് സംഘടനകളുണ്ട്. അവരൊക്കെ വളരെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ 90-ാം വാർഷികം വിജയിക്കുകയുള്ളൂ. ആ കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ ഒരു കാര്യം വിട്ടുപോയോ എന്ന് ഞാൻ ഓർക്കുകയാണ്. അതായത് ഇപ്പൊ ഈ അടുത്ത ദിവസത്തായി കർണാടകയിൽ നടന്ന ചില സംഭവങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ വർഗീയതയും വിഭാഗീയതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പുസ്തകം കർണാടകയിൽ പഠിപ്പിച്ചുകൂടാ. അത് ഗവൺമെന്റിനെ കൊണ്ട് തടയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര പുസ്തകത്തിൽ അതുപോലെ വളരെ നല്ല പുസ്തകമാണ്. നമ്മുടെ പുസ്തകത്തിന്റെ ഒപ്പം ഉണ്ടാക്കാൻ ഒപ്പം നിന്ന് കാശ് വാങ്ങി ചോറ് നിന്ന് ഈ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞു പോയ ആള് ഇപ്പൊ നമ്മുടെ പുസ്തകത്തിലെ കുറ്റങ്ങൾ ഇപ്പോഴാണ് മൂപ്പർക്ക് പറയാൻ തോന്നിയത്. അപ്പൊ അതുകൊണ്ട് വിശദമായിട്ട് പറയല്ല. നമ്മളെ നശിപ്പിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കാനും പല വിധത്തിലുള്ള കുപ്രചരണങ്ങളും നുണകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാലം വിദ്യാഭ്യാസ ബോർഡിന്റെ 50-ാം വാർഷികം കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായി. നമ്മുടെ പാഠപുസ്തകങ്ങൾ കോഴിക്കോട് അങ്ങാടി വാങ്ങാൻ കിട്ടും, കാസർഗോഡ് കിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂരൊക്കെ നമ്മുടെ പാഠപുസ്തകങ്ങൾ കിട്ടും. ഏതെങ്കിലും ഒരു പാഠപുസ്തകത്തിന് രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് എതിർപ്പുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുകയോ ചെയ്യുന്ന ഒരു വാക്കാലുണ്ടെങ്കിൽ കാണിച്ചു തരാൻ കാതവരത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. അതുകൊണ്ട് അത്തരം ഭീഷണികളിലൊന്നും ആരും അകപ്പെടാതെ നമുക്ക് യാതൊരു തർക്കക്കോട്ടവും സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത വിജയത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉസ്താദന്മാർ കൂടിയിട്ട് നമ്മുടെ ദഅവത്തിനൊരു കൈത്താങ് എന്ന ഒരു സംഭാവന പേരിൽ നിശ്ചയിച്ചു. എനിക്ക് വളരെ ആശങ്ക ഉണ്ടായി നടക്കുമല്ലേ എന്നുള്ളത്. അതായത് വലിയ വലിയ സംഖ്യകളൊക്കെ ഈ 25 കോടിയുടെ ഒരു ഫണ്ട് നമുക്കുണ്ടാക്കി പ്രവർത്തനവുമായി മുന്നോട്ട് പറഞ്ഞപ്പോൾ ഇത് പൊതുജനങ്ങളിൽ പിടിച്ചെടുക്കാൻ കഴിയോ എന്നുള്ളത് വളരെ ആശങ്ക എനിക്കുണ്ടായി ഇതിന്റെ പ്രവർത്തനത്തിലേക്ക്. പക്ഷേ അള്ളാഹു തൗഫീഖ് കൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞതുപോലെ പറഞ്ഞ തീയതിക്കും പറഞ്ഞ സമയത്തും നമ്മുടെ എല്ലാ മഹല്ല് ഭാരവാഹികളും എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ഉസ്താദുമാരും അതിനോട് സഹകരിച്ച് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യുമെന്നുള്ള തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇനി അതിന്റെ പ്രവർത്തനങ്ങളും അത് ചെലവഴിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ചൊക്കെ ഉഷാറ കൂടി തീരുമാനമെടുക്കും. അതുകൊണ്ട് സമസ്തക്കരെ പോറേൽപ്പിക്കാൻ ഈ രാജ്യത്തൊരു ശക്തിക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി വേദിയിൽ മാതൃക മുഅല്ലിം അവാർഡ് ദാനമാണ്. മാതൃകാ മുഅല്ലിമായി തെരഞ്ഞെടുക്കപ്പെട്ട എം ഹൈദർ മുസ്ലിയാർ, MSR നമ്പർ 9326, തിരൂരങ്ങാടി റേഞ്ച്, മലപ്പുറം വെസ്റ്റ്. ഉസ്താദ് അവർക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബഹുമാന്യനായ ഷെയ്ഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ ഉസ്താദ് അവർകളാണ്. അവാർഡ് നൽകുന്നതിന് വേണ്ടി ഷെയ്ഖുനയെയും അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി ഹൈദർ മുസ്ലിയാർ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാതൃകാ മുഅല്ലിം എം ഹൈദർ മുസ്ലിയാർ, MSR നമ്പർ 9326, തിരൂരങ്ങാടി റേഞ്ച്, മലപ്പുറം വെസ്റ്റ്. അല്ലാഹു അക്ബർ. ആദരണീയനായ ഷെയ്ഖുന PKP അബ്ദുസ്സലാം മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമു അലാ ഇബാദില്ലദീന ഇസ്തഫാ. ബഹുമാനപ്പെട്ട ഈ സംഗമത്തിലെ അധ്യക്ഷനവറുകളെ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട ദീനന്റെ മുജാഹിദുകളെ,
ഞാൻ നിങ്ങളുടെ പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന് മാത്രം ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു സംഗമം കൊണ്ട് നാം നേടിയെടുക്കേണ്ടത് സമസ്ത കേരള ജമിയത്തുലമായെ സംബന്ധിച്ചുള്ള മതിപ്പും അതിന്റെ എതിരിൽ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയും ആണ്. ഇതാണ് ഞാൻ ആദ്യമായി പറയാനുള്ളത്. പല പ്രശ്നങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ പരിഹാരം നാം കാണുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ ഉള്ളൊരു തീരുമാനമാണ് MSR പുതുക്കുക എന്നുള്ളത്. MSR ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവരും പുതുക്കണം. അത് 3 വർഷം കൂടുമ്പോൾ നമ്മുടെ മറ്റുള്ള പുതുക്കുമ്പോൾ 3 വർഷം കൂടുമ്പോൾ പുതുക്കണം. കാരണം MSR ഉള്ളത് ആരുടെയോ കയ്യിലാണ്. യഥാർത്ഥ ഈ സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തകന്മാരുടെ കയ്യിൽ MSR ഇല്ല. അതില്ലാത്തതിന് പിന്നെ ആനുകൂല്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ സമസ്തയുടെ ഒരു വലിയ മഹാസമ്മേളനമാണ് വരാൻ പോകുന്നത്. അതിലൊക്കെ തന്നെ പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മുഖം കാണിക്കുക എന്നല്ലാതെ നിങ്ങളാണ് പ്രവർത്തകന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പത്രം, ഈ പത്രം ഇത്രമാത്രം എന്തുകൊണ്ട് വിജയിച്ചു? നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് വിജയിക്കുന്നത്. അല്ലെങ്കിൽ വിജയിക്കയില്ലായിരുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ ആപത്തും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം. മരിക്കുന്നവരെ ദർശനത്തിന് തൗഫീഖിന് വേണ്ടി ദ്വാരക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി സുവർണ സേവനത്തിനുള്ള അവാർഡുകളുടെ വിതരണമാണ്. തുടർച്ചയായി 50 വർഷം മദ്രസ മുഅല്ലിമായി സേവനം നടത്തിയ ആളുകൾക്കുള്ള അവാർഡുകളാണ് വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർ അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ തേഞ്ഞിപ്പാലം റേഞ്ച് മലപ്പുറം വെസ്റ്റ് ജില്ല, മുഹമ്മദ് മൊല്ല നെടുമ്പള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് ജില്ല, അബ്ദുള്ള മൗലവി TP പാപ്പിനിശ്ശേരി റേഞ്ച് കണ്ണൂർ ജില്ല, മൊയ്തീൻകുട്ടി മുസ്ലിയാർ പെഴുങ്ങാടൻ അഞ്ചച്ചവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ്, KP മാമു മുസ്ലിയാർ ഇരിക്കൂർ റേഞ്ച് കണ്ണൂർ ജില്ല, ബീരാൻകുട്ടി മുസ്ലിയാർ അഞ്ചച്ചവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ്, MT ഹസൻ മുസ്ലിയാർ നല്ലളം റേഞ്ച് കോഴിക്കോട് ജില്ല. ഉസ്താദുമാർ തയ്യാറായിരിക്കുക. അവാർഡ് വിതരണമാണ് സ്റ്റേജിൽ നടക്കുന്നത്. ആദ്യമായി അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ അവാർഡ് നൽകുന്നത് സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ ബഹുമാന്യനായ മാണിയൂർ അഹമ്മദ് മൗലവി. അവാർഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി അബ്ദുൾ റസാഖ് മുസ്ലിയാർ പുല്ലാട്ടിൽ തേഞ്ഞിപ്പാലം റേഞ്ച് നൽകുന്നതിനു വേണ്ടി ആദരണീയനായ മാണിയൂർ ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് മുഹമ്മദ് മൊല്ല നെടുവള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് നൽകുന്നത് PP ഉമർ മുസ്ലിയാർ. കേന്ദ്ര മുഷാവറ മെമ്പർ PP ഉമർ മുസ്ലിയാർ അവാർഡ് ദാനം നിർവഹിക്കുന്നു. മുഹമ്മദ് മൊല്ല നെടുവള്ളി കച്ചേരിപ്പടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് ജില്ല. അടുത്തതായി അബ്ദുള്ള മൗലവി TP. അബ്ദുള്ള മൗലവി TP പാപ്പിനിശ്ശേരി റേഞ്ച് കണ്ണൂർ ജില്ല നൽകുന്നത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പുറങ്ങ്. SKJMCC വൈസ് പ്രസിഡന്റ് മൊയ്തീൻ മുസ്ലിയാർ പുറങ്ങ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി അബ്ദുള്ള മൗലവി TP പാപ്പിനിശ്ശേരി റേഞ്ച്. അടുത്തത് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പേഴിങ്ങാടൻ അഞ്ചച്ചവടി റേഞ്ച് മലപ്പുറം ഈസ്റ്റ് നൽകുന്നത് SKJMCC വൈസ് പ്രസിഡന്റ് KK ഇബ്രാഹിം മുസ്ലിയാർ. മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അടുത്തത് KP മാമു മുസ്ലിയാർ നൽകുന്നത് വാക്കോട് മൊയ്തീൻ ഫൈസി. അൽ മുഅല്ലിം ചീഫ് എഡിറ്റർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി.
കെ പി മാമ മുസ്ലിയാർ, ഇരിക്കൂർ റേഞ്ച്, കണ്ണൂർ ജില്ല. ബീരാൻകുട്ടി മുസ്ലിയാർ, പാമ്പുകുടിയൻ, അഞ്ചുചവടി റേഞ്ച്, മലപ്പുറം ഈസ്റ്റ്. നൽകുന്നത് എം എ ചേളാരി, ജമിയത്തുൽ മുഅല്ലിമീൻ മാനേജർ എം എ ചേളാരി. അടുത്തത് എം ടി ഹസൻ മുസ്ലിയാർ, നൽകുന്നത് എസ് കെ ഹംസ ഹാജി. എം ടി ഹസൻ മുസ്ലിയാർ, നല്ലളം റേഞ്ച്, കോഴിക്കോട് ജില്ല. ബീരാൻകുട്ടി മുസ്ലിയാർ. എം ടി ഹസൻ മുസ്ലിയാർ, നല്ലളം റേഞ്ച്, കോഴിക്കോട് ജില്ല. നൽകുന്നത് എസ് കെ ഹംസ ഹാജി. അവാർഡ് വാങ്ങിയ ഉസ്താദുമാർ സ്റ്റേജിലേക്ക് വരണമെന്ന് ബഹുമാനപ്പെട്ട സാദിഖ് ഉസ്താദ് അറിയിക്കുന്നു. ഒന്നെല്ലാവരും കൂട്ടായിരുന്നു ഉസ്താദിനെ കൂടെ നിൽക്കാൻ വേണ്ടി എല്ലാവരും വരും. അവാർഡുമായിട്ട് തന്നെ വരണം. എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രയാസമുണ്ട്. ഉസ്താദിന്റെ അഭ്യർത്ഥനയാണ് എല്ലാവരും വേദിയിലേക്ക് വരും അവാർഡുമായിട്ട്. വേദിയിൽ എസ് കെ ജയം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മൊല്യം സെന്റർ പുറത്തിറക്കിയ മൗലിദ് കിതാബ്, ബുർദ, CD, മജ്ലിസുന്നൂർ എന്നിവയുടെ ഒരുമിച്ചുള്ള കിറ്റ് CKM സാദിഖ് മുസ്ലിയാർ പ്രകാശനം ചെയ്യുന്നു. ഏറ്റുവാങ്ങുന്നത് ജമിയത്തുൽ മുഅല്ലിമീൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുസ്സമദ് മുട്ട. ബഹുമാന്യനായ CKM സാദിഖ് മുസ്ലിയാർ ജമിയത്തുൽ മുഅല്ലിമീൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുസ്സമദ് മുട്ടത്തിന് നൽകി പ്രകാശനം ചെയ്യുന്നു. അല്ലാഹു അക്ബർ. ഇപ്പോൾ പ്രകാശനം ചെയ്ത മൗലൂദ് കിതാബ്, ബുർദ, CD, മജ്ലിസുന്നൂർ ഒരുമിച്ച് 100 രൂപക്ക് ഈ നഗരിയിൽ ലഭ്യമാണ്. കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ പുറത്തിറക്കിയ മൊല്യം സെന്റർ പുറത്തിറക്കുന്ന ഉപഹാരങ്ങൾ ഈ വേദിയിൽ വെച്ച് 100 രൂപക്ക് 3 കൂടെ ലഭ്യമാണ്. തൃക്കരിപ്പൂർ റേഞ്ച് സെക്രട്ടറിയായി, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിൽ സംസ്ഥാന ട്രഷററായി പ്രവർത്തിച്ച് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സമസ്തയുടെ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് KT അബ്ദുള്ള മൗലവി അവരുടെ സംസ്ഥാന പ്രസിഡന്റ് CKM സാദിഖ് ഉസ്താദ് അവർ ആദരിക്കുകയാണ്.
രണ്ടുപേരെയും ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയുന്നത് പോലെ ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരിവിടെ എത്തിച്ചേരും. ളുഹർ ബാങ്കോടുകൂടി നമ്മുടെ ഒന്നാമത്തെ സെഷൻ അവസാനിക്കും. ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ കയറി ജമാഅത്തായി നിസ്കരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റുകളിൽ നിങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ വരും ഇൻഷാ അല്ലാഹ്. ഭക്ഷണം കഴിച്ച ഉടൻ കൃത്യതയോടെ നമ്മൾ പരിപാടി നടക്കണം. SV ഇവിടെ എത്തിയിട്ടുണ്ട്. സമാപന സെഷൻ ആരംഭിക്കും. അതുകൊണ്ട് SV ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് അതാത് സീറ്റിൽ വന്നിരുന്ന് ഇൻഷാ അല്ലാഹ് MA ഉസ്താദിന്റെ പദ്ധതി സമർപ്പണം കൂടി കഴിഞ്ഞ് 3:30 നമ്മുടെ പരിപാടി അവസാനിപ്പിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയങ്കരായ സഹപ്രവർത്തകരെ, തികച്ചും അവിചാരിതമായി ഒട്ടും ആഗ്രഹിക്കാതെ ഇങ്ങനൊരു പരിപാടി മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ അറിയുന്നത്. ക്ഷണക്കത്ത് കിട്ടിയപ്പോൾ ആ കത്തിൽ കൂടിയാണ് ഈ വിവരം ഞാൻ അറിയുന്നത്. ഞാനപ്പോൾ തന്നെ ഞെട്ടി. കാരണം ഇങ്ങനൊരു സ്ഥാനത്തിന് അർഹനല്ലാത്ത എന്നെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തത് ശരിയായില്ല എന്ന് അപ്പോൾ തന്നെ സമൂഹ സാഹിബിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അവിഭക്ത കണ്ണൂർ ജില്ലയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾ വിഭജിച്ചുകൊണ്ട് പുതിയ കമ്മിറ്റികൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ ആദ്യമായി കാസർഗോഡ് ജില്ലയുടെ പ്രഥമ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇന്നത്തെ ബഹുമാന്യനായ മൗലവി ചീഫ് ട്യൂട്ടർ ഉള്ളം അവർകൾ ജനറൽ സെക്രട്ടറിയുമായി സ്ഥാനമേൽക്കണമെന്ന് അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയായി എന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് പ്രഥമ കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റായി. തുടർന്ന് ഒരുപാട് കാലം ഈ രംഗത്ത് എളിയ പ്രവർത്തനങ്ങൾ നടത്തി. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാവരുടെയും ഊഷ്മളമായ സഹകരണത്തോടെ ഇരു ജില്ലകളിലും വിനീതനായ എന്റെ പ്രവർത്തനം നടത്തിപ്പോന്നു. ആയിടക്കാണ് നമ്മുടെ ഭിന്നിപ്പ് സമസ്തയിലുണ്ടായത്. അൽഹംദുലില്ലാഹ്, അവിടെയും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബഹുമാന്യനായ മാണിയൂർ ഉസ്താദിന്റെയും നേതൃത്വത്തിൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ചു. MA അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ സ്വന്തം നാടായ തൃക്കരിപ്പൂരിൽ അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കാരണം മാണിയൂർ ഉസ്താദിന്റെ ധീരമായ നേതൃത്വം. അതിന്റെ പിന്നിൽ കൈത്താങ്ങായി പ്രവർത്തിക്കുവാനും വിനീതനായ എനിക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖോടുകൂടി സ്വന്തം നാടിൽ പോലും അഥവാ തൃക്കരിപ്പൂർ റേഞ്ചിൽ പോലും ഒരു മദ്രസ പിടിച്ചു നിർത്തുവാൻ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് സാധിക്കാതെ വന്നത് വന്യനായ മാണിയൂർ ഉസ്താദിന്റെ ധീരമായ നേതൃത്വമാണ്. അങ്ങനെ
പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാദരവുകൾ പിടിച്ചു പറ്റുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരാദരവിന് ഞാനൊരിക്കലും അർഹരല്ല എന്ന് വിനയത്തോടുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുപാട് സംഘടനാപരമായി സംസാരിക്കാറുണ്ടെങ്കിലും എനിക്ക് അതിന്റെ സമയമില്ലാത്തതിന്റെ പേരിൽ ഖേദിക്കുകയാണ്. രോഗാതുരനായി ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ ദ്വായുടെ ഫലമായി ഈ രൂപത്തിൽ എഴുന്നേറ്റ് വന്ന് നിങ്ങളെയൊക്കെ കണ്ട് സംസാരിക്കുവാൻ സാധിച്ചതിൽ തന്നെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും ദ്വാഇനെ ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ഉസ്താദുമാരും വിനീതനായ എന്റെ ആഖിബത്ത് നന്നായി തീരുവാനും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം നിലനിൽക്കുവാനും സംഘടനാ രംഗത്ത് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പുതിയ പുതിയ ഭീഷണികളെ ഇതുവരെ എങ്ങനെയൊക്കെ അതിജയിക്കാൻ നമുക്ക് സാധിച്ചുവോ അതിനും നല്ല നിലയിൽ വിജയിപ്പിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, KL58G 2970 സ്വിഫ്റ്റ് കാറ് PKP ഉസ്താദിന്റെ വാഹനത്തിന് പോകുന്നതിന് വേണ്ടി മാറ്റി കൊടുക്കേണ്ടതാണ്. KL58G 2970. അടുത്തതായി സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ. PP ഉമർ മുസ്ലിയാർ. കേന്ദ്ര മുഷാവറ മെമ്പർ PP ഉമർ മുസ്ലിയാർ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദരായ പണ്ഡിത ശ്രേഷ്ഠരെ, സ്നേഹബഹുമാനമുള്ള മുഅല്ലിം ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികളെ, സുഹൃത്തുക്കളെ, വളരെ പ്രൗഢഗംഭീരവും അതിലേറെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട ഒരു സദസ്സിൽ വളരെ അത്യാവശ്യവും അനിവാര്യവുമായ ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്കൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ മഹാനായ ഡോക്ടർ മുഹമ്മദ് ബഹാഉദ്ദീൻ നദ്വി ഉസ്താദ് അവറുകൾ മുഅല്ലിമീങ്ങളുടെ ബാധ്യതയും അവരുടെ ഉത്തരവാദിത്തങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ അതിനെ അടിവരയിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉത്തമ സൃഷ്ടികളായ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് നേർവഴി സ്വീകരിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും അതിൽ തന്നെ ജീവിക്കാനും അതിൽ തന്നെ മരിക്കാൻ വേണ്ടിയാണ് എന്ന സത്യം വിശുദ്ധ ഖുർആനിന്റെ ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് അള്ളാഹു സംവിധാനിച്ച് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം അതിന്റെ തനത് ശൈലിയിൽ ഇവിടെ ഖിയാമത്ത് നാൾ വരെ പ്രബോധനം ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ എന്ന് പറഞ്ഞത് തികച്ചും അന്വർത്ഥമായി ഇവിടെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട മദർസ ഉസ്താദുമാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏതൊരു മെത്തേഡാണോ സ്വീകരിച്ചിരിക്കുന്നത് ആ മെത്തേഡ് യഥാർത്ഥമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ മുഅല്ലിമീങ്ങളും മുദർരിസുമാരുമായ ഉസ്താദുമാർ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന രംഗത്തെ മെത്തേഡിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉടനീളം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീൻ റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ വിശുദ്ധ വാക്യങ്ങളിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ മെത്തേഡ് എന്തൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ്, അഥവാ ഏതൊരു മെത്തേഡാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് എന്നതാണ് ഈ ആയത്തുകളിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തിലാവത്ത്, തസ്കിയത്ത്, തഅലീം
ഈ 3 വിധത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്തതെങ്കിൽ ആ ദഅവത്തിന്റെ യഥാർത്ഥ രൂപം ഇവിടെ നടപ്പിൽ വരുത്തുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നത് ഈ മുഅല്ലിമുകളുടെ സേവനം കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുഅല്ലിമീങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് സമുദായ നേതാക്കന്മാർ അവരുടെ പുരോഗതിക്ക് വേണ്ടി മുഅല്ലിമീങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, പലപ്പോഴും സമസ്തയുടെ മുശാവറയിൽ മുഅല്ലിമീങ്ങളെ സ്പർശിക്കാതെ, മുഅല്ലിമീങ്ങളുടെ സേവനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ, മുഅല്ലിമീങ്ങളുടെ പുരോഗതിയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ ഒരു മുശാവറയിലും സാധാരണ ഉണ്ടാവാറില്ല. എപ്പോഴും അവരുടേതായ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തും സജീവ സാന്നിധ്യം നമുക്കുണ്ടാകുന്നത് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ എന്ന് പറയുന്ന ഈ മഹത്തായ സംഘമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ സേവനം ഈ സമുദായം മുഖവിലക്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങൾ ചെയ്യുന്ന അമ്പിയാക്കന്മാരുടെ ഉത്തരവാദിത്വത്തിന്റെ നേരെ പകർപ്പ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളെ എത്രമാത്രം നാം സ്തുതിച്ചിരുന്നാലും അവരുടെ സേവനത്തിനെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. അത്രമാത്രം സേവനങ്ങളാണ് അവർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ സേവനം വളരെ വിപുലമാണ്. എല്ലാ സമ്മേളനങ്ങളും വിജയിപ്പിക്കുകയും അതോടൊപ്പം സമസ്തയുടെ ഏത് പദ്ധതിയെയും വിജയിപ്പിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുഅല്ലിമീങ്ങളുടെ പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ സംഗമത്തിൽ നിങ്ങളോടൊപ്പം വന്നു ചേരാൻ സാധിച്ചതിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ സാധിച്ചതിലും വളരെ സന്തോഷിക്കുന്നതോടൊപ്പം ഇനിയും ഈ മഹത്തായ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു കരുത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന് സർവ്വവിധ ആശംസകൾ നേരുന്നതോടൊപ്പം വിനീതരായ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനമാണ് വേദിയിൽ. സുവനീർ പ്രകാശനം ചെയ്യുന്നത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ രജിസ്ട്രാറുമായിരുന്ന ഡോക്ടർ NIM അബ്ദുൽ ഖാദർ സാഹിബ് അവർകളാണ്. ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ റാഫി ഇളമ്പാറ. ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ തയ്യാറാക്കിയ സുവനീർ പ്രകാശനമാണ് വേദിയിൽ നടക്കുന്നത്. അല്ലാഹു അക്ബർ. സമസ്ത കേന്ദ്ര മുഷാവറ മെമ്പർ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷെയ്ഖുന മാണിയൂർ അഹമ്മദ് മൗലവി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد سيد المرسلين وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أما بعد. അഭിവന്യരായ ഉസ്താദുമാരെ, ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മഹാസംഗമത്തിൽ ഒരു ആശംസ നേരുന്നത് എനിക്ക് അളവറ്റ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. അതിന് തൗഫീഖ് നൽകിയ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. എന്നാൽ ഇപ്പോൾ ആശംസ നേരാനും സമയമില്ലാത്ത ഘട്ടത്തിലാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത്. ളുഹർ ബാങ്ക് ഇപ്പോൾ കൊടുക്കും. ബാങ്ക് വിളിച്ച ഉടനെ എല്ലാവരും പൊതുവ ചെയ്ത് പള്ളിയിൽ കയറണമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ഒന്നും സംസാരിക്കാൻ ഈ സന്ദർഭത്തിൽ
ഇനി പിന്നെ ദുഹറിന് മുമ്പ് എന്റെ ആശംസ അല്ലാതെ പറയുന്നില്ലല്ലോ. അപ്പൊ ഇത് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സാരഥി സംഗമം അല്ലെ, അഥവാ കേരളത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാരുടെ സംഗമം, പ്രത്യേകിച്ച് അവർക്ക് നേതൃത്വം നൽകുന്ന സാരഥികളുടെ സംഗമം. ആരാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റവൽ ബുഖാരിയു അബൂദാവൂദ തിർമദിയു അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖൈറുക്കും നിങ്ങൾ ഏറ്റവും ഉത്തമർ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഈ സദസ്സിൽ പരിഭാഷപ്പെടുത്തേണ്ടതുമില്ല, വ്യാഖ്യാനിക്കേണ്ടത് തീരെ ആവശ്യമില്ല. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ഒരു വസിയത്ത്, യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ തഅല്ലമിൽ ഖുർആന വഅല്ലിമുഹു നാസ, നീ ഖുർആൻ പഠിക്കുക, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. വലാ തസാലു കദാലിക, നീ അങ്ങനെ തന്നെ ആയിത്തീരണം. ഹത്താ യഅതിയകൽ മൗതു, നിനക്ക് മരണം വരുന്നത് വരെ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുക. ഫഇന്നഹു ഇൻ അതാകൽ മൗതു വ അൻത കദാലിക, നീ അങ്ങനെ ആയിരിക്കെ നീ മരിക്കാൻ ഇടവന്നാൽ ഹജ്ജത്തുൽ മലായികത്തു ഇലാ ഖബരിക, ഹജ്ജത്തുൽ മലായികത്തു മലക്കുകൾ സന്ദർശിക്കാൻ വരുന്നതാണ് ഇലാ ഖബരിക, നിന്റെ ഖബറിലേക്ക്. നിന്റെ ഖബറിനടുക്കൽ സദാസമയത്തും മലക്കുകൾ സിയാറത്തിന് വരും, സന്ദർശിക്കാൻ വരും. കമാ തഹജ്ജുൽ മുഅ്മിനൂന, മുഅ്മിനുകൾ ഹജ്ജിന് പോകുന്ന മാതിരി, ഇലാ ബൈത്തുല്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക്, കഅബയിലേക്ക് മുഅ്മിനുകൾ ഹജ്ജിന് പോകുന്ന മാതിരി ആകാശത്തിലുള്ള മലക്കുകൾ നിന്റെ ഖബർ സന്ദർശിക്കാൻ വന്നുകൊണ്ടിരിക്കും. ആരെ ഖബർ? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവർ. മറ്റൊരു ഹദീസ് കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഖൈറുൻ നാസി, ആളുകളിൽ ഏറ്റവും ഉത്തമമായവര്, വ ഖൈറു മൻ യംശി അലാ വജ്ഹിൽ അർളി, ഭൂമുഖത്ത് നടക്കുന്ന ജീവികളിൽ ഏറ്റവും മഹത്വമുള്ള വിഭാഗം അൽ മുഅല്ലിമൂന ലി കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്ന മഹാത്മാക്കളാണ്. മറ്റൊരു ഹദീസ് കൂടി, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅല്ലിമു സിബിയാനി, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാർ, തസ്തഗ്ഫിറു ലഹുൽ മലായികത്തു, അവർക്ക് വേണ്ടി മലായികത്ത് പൊറുക്കലിനെ തേടും. വദ്ദവാബു ഫിൽ അർളി, ഭൂമിയിലുള്ള സകല ജന്തുക്കൾ, വത്തുയൂറു ഫിൽ ഹവായി, അന്തരീക്ഷത്തിലുള്ള പറവകൾ, വൽ ഹീതാനു ഫിൽ ബിഹാരി, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ. ആകാശത്തിലുള്ള മലക്കുകൾ എന്തിനാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾക്ക്, ഉസ്താദുമാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്? ആകാശത്തിൽ ഇങ്ങനെ ഒരു മലക്കുകൾ എന്നൊരു വിഭാഗമുണ്ട്, അല്ലാത്തൊരു പടപ്പുകളുണ്ട് എന്നിവിടെ പഠിപ്പിക്കുന്നത് ആരാണ്? അത് മുഅല്ലിമുകൾ, ഉസ്താദുമാർ അല്ലേ. പിന്നെ വദ്ദവാബു ഫിൽ അർളി, ഭൂമിയിലുള്ള സകല ജീവികൾ, പാമ്പ്, തേള്, ഇതൊക്കെ മുഅല്ലിമുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തൊടുന്നു. കാരണം പാമ്പ്, തേള്, മറ്റും ചില കണ്ടാൽ വളരെ കൊന്നുകളയേണ്ട ജീവികളുണ്ട് അല്ലെ. അവയെ കൊല്ലുമ്പോൾ നിങ്ങൾ കൊല നന്നായി ചെയ്യണം, ഒരൊറ്റ അടിക്ക് കൊന്നുകളയണം, കൂടുതൽ അടിച്ചിട്ട് അവരെ പ്രയാസപ്പെടുത്തരുത്. ഇത് പഠിപ്പിക്കുന്നത് ആരാണ്? അത് മഹാന്മാരായ ഉസ്താദുമാരാണ്. അതുകൊണ്ട് അവർ പൊറുക്കലിനെ തൊടുന്നു. ഒത്തുയൂറ് ഫിൽ ഹബായി, അതുപോലെ വൽ ഹീതാനു ഫിൽ ബിഹാരി, സമുദ്രങ്ങളിലുള്ള മത്സ്യങ്ങൾ, സമുദ്രത്തിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുമ്പോൾ വലിയൊരു മത്സ്യം കിട്ടി, എന്നാൽ നിങ്ങൾ ഉടനെ അതിനെ അറുക്കണം. അറുക്കൽ സുന്നത്താണ്. കാരണം കരയിൽ എത്തി, കടലിൽ ജീവിച്ച ജന്തു കരയിലെത്തി കുറെ പെടത്തി വിഷമിച്ച് മരിക്കേണ്ടി വരും. അറുക്കുകയാണെങ്കിൽ അറുക്കുന്ന സമയത്ത് നല്ല സുഖമാണ് ഉണ്ടാകുക. ആ അറുത്ത് തീരുന്നതോടുകൂടി ബോധം നഷ്ടപ്പെട്ടു പോകും. അതിന്റെ മരണത്തെക്കുറിച്ച് ഒന്നും അത് അറിയുകയില്ല. അതിവിടെ പഠിപ്പിക്കുന്നത് ആരാണ്? ഉസ്താദുമാരാണ് അല്ലെ. അതുപോലെ നിങ്ങൾ അറുക്കുമ്പോൾ കത്തിക്ക് മൂർച്ച കൂട്ടണം, അതൊക്കെ ആര് പഠിപ്പിക്കുന്നു? അതുകൊണ്ട് മലക്കുകളൊക്കെ വെറുതെ പൊറുക്കലിനെ തേടുന്നതല്ല, അവർ പൊറുക്കലിനെ തേടാൻ ബാധ്യസ്ഥരാണ്. ഒരു ഹദീസ് കൂടി, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നിവേദനം, അന്നഹു ഖാല ഫീ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅല്ലിമീൻ
അള്ളാഹുവേ മുഅല്ലിമുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അതിൽ അമാറഹും അവരുടെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണമേ. ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ മരിച്ച റിപ്പോർട്ട് നോക്കുമ്പോ ആദ്യം അവരുടെ വയസ്സ് നോക്കിയാൽ മതി. 80, 85, 90, 110 വരെ വയസ്സ് പോയിട്ടുണ്ട്. ഉത്തരം കിട്ടിയ ദുആ എന്ന് പറയേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ ദുആരിക്കുന്നതല്ലേ. അതുപോലെ ബാരിക്കലഹും, പടച്ചവനെ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണം. ഫീ കസ്ബിഹിം, അവരുടെ ജോലിയിൽ, മആസിഹിം, അവരുടെ ജീവിതങ്ങളിൽ ഒക്കെ നീ ബറക്കത്ത് ചെയ്യണം. അതും ഇവിടെ എത്രയോ വലിയ ശമ്പളങ്ങൾ വാങ്ങുന്ന ആളുകൾക്ക് ഈ പാവപ്പെട്ട ഉസ്താദുമാര് കടം കൊടുക്കുന്ന എത്രയോ അനുഭവങ്ങളില്ലേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആന്റെ ബറക്കത്താണ്. ശമ്പളം കുറഞ്ഞു പോയാൽ ഒന്നും പേടിക്കേണ്ടതില്ല. അതുപോലെ മറ്റൊരു ഹദീസ് കൂടി, അല്ലാഹുമ്മ അല്ലാഹുവേ ഇഗ്ഫിർ ലിൽ മുഅല്ലിമീന, ഹജ്ജത്തുൽ വദാഇലുള്ള ദുആണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇഗ്ഫിർ ലിൽ മുഅല്ലിമീന, മുഅല്ലിമുകൾക്ക് നീ പുറത്തു കൊടുക്കണം റബ്ബേ. വഅതിൽ അഅമാറഹും, അവരുടെ ആയുസ്സിനെ നീ നീട്ടിക്കൊടുക്കണം റബ്ബേ. വഅദില്ലഹും തഹ്ത ദില്ലിക, യാതൊരു തണലും ലഭിക്കാത്ത ദിവസം, അർശിന്റെ തണലും മാത്രമുള്ള ആ ദിവസം അർശിന്റെ തണല് നൽകണമേ. ഇൻഷാ അല്ലാഹ് അതും ഉസ്താദുമാർക്ക് ലഭിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫഇന്നഹും യുഅല്ലിമൂന കിതാബക്കൽ മുനസ്സൽ, കാരണം നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഒരു അവരാണ് മുഅല്ലിമുകൾ അഥവാ ഖുർആൻ പഠിപ്പിക്കുന്നവർ. ആ ഖുർആൻ പഠിപ്പിക്കുന്ന മഹാന്മാരുടെ 100,000-ഓളം വരുന്ന മഹാന്മാരുടെ സാരഥികൾ സംബന്ധിച്ച ഒരു സംഗമമാണിത്. ഇതിനേക്കാളും വലിയൊരു സംഗമം നേരത്തെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ, അതുപോലെ ബഹാവുദ്ദീൻ ഉസ്താദ്, അതുപോലെ മഹാനായ സാദിഖ് ഉസ്താദ് ഒക്കെ പറഞ്ഞു ഉസ്താദുമാരുടെ മഹത്വം, വലിയ മഹത്വമുള്ള വിഭാഗം. ആ മഹത്വം ഇന്ന് വരെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉസ്താദുമാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ നമുക്കും അത് ലഭിക്കണം. അതിനെ ബഹാവുദ്ദീൻ ഉസ്താദൊക്കെ തറപ്പിച്ച് പറഞ്ഞതാണ്. ആ നിഷ്കളങ്കമായ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം, അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്, ലോകത്ത് ഈ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ ചിലയിടത്തൊക്കെ ഉണ്ടാകും. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിലുള്ള ആളുകളെ മുഴുവനും ഇങ്ങനെ ഒന്നിച്ചിരുത്താൻ, അവരുടെ സാരഥികളെ ഒന്നിച്ചിരുത്താൻ, അത് ഈ കേരളത്തിൽ സാധിച്ചത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാന്നിധ്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം ഏറ്റവും ശക്തിപ്പെടേണ്ട ഈ കാലം, അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നു. 90-ാം വാർഷികം, സമസ്തയുടെ 90-ാം വാർഷികം. അതൊരു ചെറിയ പരസ്യം വന്നാൽ മതി, അതൊരു മഹാസമ്മേളനമായി മാറും. അതിന് ഇവിടുന്ന് ആളുകൾ പോയില്ലെങ്കിൽ സംഗതി നടക്കും. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ ആശയാദർശങ്ങൾ, അതിന്റെ പ്രവർത്തനം ഇവിടെ ശക്തിയായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അത് ഏറ്റവും ആവശ്യമായ സന്ദർഭമാണിത്. കൂട്ടത്തിൽ നമ്മുടെ സുപ്രഭാതം, കേരളം കണ്ട ഏറ്റവും നല്ല മലയാള പത്രം എന്ന് വാണിദാസ ഇളയാപൂരാണ് അല്ലെ അടുത്ത് നടന്ന ഒരു സംഗമത്തില് ഇപ്പൊ പറയുകയുണ്ടായത്. എല്ലാവരും പുകഴ്ത്തുകയാണ്. അമുസ്ലിംകള് നമ്മുടെ പത്രം കണ്ട ഇതാരുടെ പത്രമാണ്, വായിച്ച ഉടനെ ചോദിക്കുക ഇതാരുടെ പത്രമാണ്, ഇത് നല്ല പത്രം. എല്ലാവരും അഭിപ്രായം പറയുകയാണ്. അത് ചിലര് പറയുന്നത് ഇത് ചിലപ്പോ എല്ലാവരുടെയും പത്രം. ഒരിക്കലും ഒരു സുഹൃത്ത് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, നിങ്ങളുടെ പത്രം ദേശാഭിമാനിയായല്ലോ എന്ന്. എന്താണിത്? പിണറായി വിജയന്റെ ലേഖനം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പത്രം എല്ലാ നല്ല പത്രങ്ങളുമാകും, ഇന്ന പത്രാവില്ലെന്ന് പറഞ്ഞ ഒരു പത്രത്തിന്റെ പേര് പറഞ്ഞു. സിറാജ് ആവൂല, മറ്റെല്ലാ പത്രവും. അതെന്താന്ന് ചോദിച്ചു. അത് മുഅ്മിനീങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ളതാണ്. അത് ആ രൂപം, ആ കോലം ഞങ്ങളുടെ പത്രത്തിൽ വരികയില്ല. മറ്റെല്ലാ നല്ല പത്രത്തിന്റെയും കോലം ഞങ്ങളുടെ പത്രത്തിൽ വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും അംഗീകരിച്ചത്, ആർക്കും ആക്ഷേപമില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മുടെ പത്രത്തെ പറ്റി ആക്ഷേപമില്ല. അങ്ങനെയുള്ളൊരു പത്രം, അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ കീഴിൽ നടക്കുന്ന ഒരു പത്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന്ന് 6 ലക്ഷം കോപ്പികൾ, ഉസ്താദുമാർ പറയുന്നത് അത് 7 ലക്ഷമാക്കി മാറ്റണമെന്ന്. കാരണം അടിക്കാനുള്ള സൗകര്യക്കുറവാണ്. നമ്മളൊരു 10 ലക്ഷമാക്കി ഉയർത്തുക, അടിക്കാനുള്ള സൗകര്യം ഉസ്താദുമാർ തയ്യാർ ചെയ്യട്ടെ. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് വളരാനുള്ള എല്ലാ വളക്കൂറും ഒത്തൊരുമിച്ച ഈ സന്ദർഭത്തിൽ ആര് തന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. കർണാടക ഹൈക്കോടതിയിൽ സമസ്തയുടെ മദ്രസകളിൽ രാഷ്ട്രവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് ഹർജി കൊടുത്ത്. എത്ര ഖേദകരമാണ്! ഈ രാഷ്ട്രവിരുദ്ധ പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അത് തെളിയിക്കാൻ വേണ്ടി ഇവർ ഖുർആൻ ഹാജരാക്കിയേക്കുമോ? ഭയപ്പെടുന്നു. അള്ളാഹു കാക്കട്ടെ. ഏതായാലും അത്തരക്കാരെയൊക്കെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള നല്ല സന്ദർഭമാണ്. അതെല്ലാം ഉപയോഗപ്പെടുത്തണം. അതിനെല്ലാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമയത്തിന്റെ ദൗർലഭ്യം കണക്കിലെടുത്ത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ ചെറുവാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.